കോടിക്കണക്കിന് ക്രൈസ്തവർ പല രൂപത്തിൽ പല പേരിൽ ലോകത്തിൻ്റെ 5 വൻകരകളിലുണ്ട്. നാം എല്ലാവരും ചേർന്ന് അണിയണിയായി ലോകം മുഴുവൻ നിറയത്തക്ക വിധം നിന്നാൽ എത്ര വലിയൊരു സമൂഹമാണ്. പക്ഷേ ഇതിൻ്റെ ആദ്യ തുടക്കക്കാരൻ, ഒന്നാമത്തെ ക്രൈസ്തവൻ ഒരു അന്ത്രയോസാണ്. അന്ത്രയോസ് യേശുവിനെ സ്വീകരിക്കുന്ന കാലത്തൊരു പ്രത്യേകത ഉണ്ട്. ഞാനും നിങ്ങളും യേശുവിനെ സ്വീകരിക്കാൻ ഒരു കാരണമുണ്ട്. നിങ്ങളുടെ രോഗം മാറിയിട്ടുണ്ട്, വീട്ടിലെ പൈശാചിക ബന്ധനം അകന്നു പോയിട്ടുണ്ട്, യേശു മറ്റൊരാൾക്ക് ചെയ്യുന്ന അത്ഭുതം നേരിൽ കണ്ടിട്ടുണ്ട്. യേശു എന്ന വ്യക്തിത്വത്തെ അടുത്തറിഞ്ഞ 100 കാരണങ്ങളാലാണ് നിങ്ങളും ഞാനിവിടെ ഇരിക്കുന്നത്. പക്ഷേ അന്ത്രയോസ് യേശുവിനെ സ്വീകരിക്കുന്ന കാലത്ത് യേശു കടലിന്മീതെ നടന്നിട്ടില്ല, 5 അപ്പം 5000 കൊടുത്തിട്ടില്ല, യേശു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയിട്ടില്ല, എന്ന് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയിട്ടില്ല, ലാസറിനെ ഉയർപ്പിച്ചിട്ടില്ല, നയീരിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചിട്ടില്ല. അപ്പോൾ കടലിൽ മീതെ നടക്കാത്ത, 5 അപ്പം 5000 കൊടുക്കാത്ത, വിധവയുടെ മകനെ ഉയർപ്പിക്കാത്ത, രോഗികളെ സൗഖ്യമാക്കാത്ത ഒരുവനെ കണ്ടിട്ട് ഇവൻ എൻ്റെ രക്ഷിതാവെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ യേശുവിൻ്റെ മഹത്വം തിരിച്ചറിയുന്ന ആന്തരികമായൊരു വെളിപ്പാടിൻ്റെ ജ്വലനം ആ ഹൃദയത്തിൽ ദൈവം കൊടുത്തു. ആ കാഴ്ചയാണ് ഈ സാധു മനുഷ്യന് ചങ്കുറപ്പോടെ യേശുവിനെ അനുഗമിക്കുവാൻ കാരണമായി തീർന്നത്. അത്ഭുതം ചെയ്തവനെ കാണാൻ 1000 കൂടി. അപ്പം ഭക്ഷിക്കുന്നത് കണ്ട് 10000 പിന്നാലെ വന്നു. പക്ഷേ ഇതൊന്നും ചെയ്തിട്ടില്ലാത്ത യേശുവിനെ കണ്ടിട്ട് ഈ അന്ത്രയോസ് വീട്ടിലേക്ക് വന്നു. അപ്പോൾ യഹൂദ റബിമാർ പുസ്തകമൊക്കെ ചുരുട്ടി വെച്ച് നിവർത്തി വെച്ചിട്ട് ന്യായപ്രമാണത്തിൽ പറയുന്ന ഈ യേശു എവിടെ ജനിക്കും, എങ്ങനെയുള്ള ആൾ മശിഹ വരുന്നത് എവിടെയെന്ന് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുക പണ്ഡിതന്മാർ. അപ്പോഴാ പണ്ഡിതനല്ലാത്ത ബേസൈദ കടലിലെ മത്സ്യം പിടിച്ച് ഉപജീവനം കഴിക്കുന്ന ഈ മനുഷ്യൻ വീട്ടിൽ ചെല്ലുമ്പോൾ വലയോടും പടകിനോടും കലഹിക്കുന്ന, പിറുപിറുക്കുന്ന, ക്ഷുഭിതനാകുന്ന പത്രോസിനെ കണ്ടിട്ട് വിളിച്ചു, മോനിഞ്ഞു വാ. ചേട്ടൻ്റെ അരികിലേക്ക് അനുജൻ വന്നു. ചേട്ടൻ്റെ മുഖത്തെ സന്തോഷമൊക്കെ കണ്ടു. അനുജനോട് ചേട്ടൻ പറഞ്ഞു, മാനെ, ചേട്ടൻ ഒരനുഭവം കൊണ്ടായിരുന്നു വന്നേ. എന്താ അത്? ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നവനെ ഞാൻ കണ്ടെത്തി. സംശയമില്ലാത്തൊരു കണ്ടെത്തൽ, ഞാനവനെ കണ്ടെത്തി. ആരെയാ കണ്ടതെന്നറിയണ്ടേ? ഒരു ദുർബല മനുഷ്യനെ കണ്ട്, നേരെ നിൽക്കാൻ ത്രാണിയില്ലാത്തൊരു മനുഷ്യനെ കണ്ട്, അത്ഭുതം അതുവരെ ചെയ്തിട്ടില്ലാത്തവനെ കണ്ട്, കടൽ മീതെ നടക്കുന്നവനെ, ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ലാത്തവനെ കണ്ടിട്ട് പറയുക, ഞാൻ എൻ്റെ രക്ഷിതാവിനെ കണ്ടു, ഞാൻ മസിയെ കണ്ടു, വരൂ, നിനക്കും അവനെ കാണാം. പത്രോസും വന്നു. പത്രോസിന് യേശുവിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. നോക്കി നിൽക്ക പത്രോസ് അന്ത്രയോസിൻ്റെ മുമ്പിൽ കൂടെ കുതിച്ച് ഗ്രാഫങ്ങ് കയറുകയാണ്. എല്ലാവർക്കും പത്രോസിനെ മനസ്സിലായി. തൻ്റെ മുമ്പിലൂടെ അനുജൻ വളരുന്ന കാഴ്ച കണ്ടപ്പോൾ ഒരു കോംപ്ലക്സും ചേട്ടന് തോന്നിയില്ല. എന്താ കാര്യം എന്നറിയണ്ടേ? അന്ത്രയോസിനറിയാം, എന്നെ 3 പേരിൽ ഒരുവനാക്കിയില്ല, എന്നെ അധ്യക്ഷനാക്കിയില്ല, ഈ പരിഭവമൊന്നുമില്ല. കാരണം തൻ്റെ ഇഷ്ടം ഇതൊന്നുമല്ല. അധ്യക്ഷനാകുന്നതിനേക്കാൾ, 3 പേരിൽ ഒരുവനാകുന്നതിനേക്കാൾ വലുത് യേശുവിനെ മുൻകൂട്ടി അറിഞ്ഞ പദവിയാണ്. അധ്യക്ഷ സ്ഥാനം ഒരു ദിവസം തെറിച്ചേക്കാം, 3 പേരിൽ ഒരുവനെന്നുള്ള സ്ഥാനം പോകാം. പക്ഷെ ഒന്നാമൻ ആദ്യം യേശുവിനെ കണ്ടതെന്നുള്ള സ്ഥാനം തെറിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. സേഫാ തൻ്റെ മേഖല. ശരിയാണോ? ശരിയാണോ? ആ മനുഷ്യനിൽ ഒരു ക്രിസ്തുഭാവം ഞാൻ കാണിച്ചു തരാം. അദ്ദേഹത്തെ നിർണായകങ്ങളായ 3 സമയത്ത് ബൈബിളിൽ കാണുന്നുണ്ട് അന്ത്രയോസിനെ. ഒന്ന്, അന്ത്രയോസ് പത്രോസിനെ കൊണ്ട് യേശുവിൻ്റെ അടുത്ത് കൊടുത്തു. ഇവൻ പ്രയോജനപ്പെടും, എടുത്തോളാൻ പറഞ്ഞു. 5 അപ്പവും 2 മീനുമായി വന്ന ഒരു ബാലനെ കിട്ടി, അവനെ കൊണ്ട് യേശുവിൻ്റെ അടുത്ത് കൊടുത്തു. ഇവൻ്റെ കയ്യിൽ 5 അപ്പവും ഉണ്ട്, 2 മീനും ഉണ്ടെന്ന്. അവനെ യൂട്ടിലൈസ് ചെയ്യും, അവൻ്റെ പോസിബിലിറ്റി മൊത്തം ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. കൊണ്ടു കൊടുത്തു. ഒരുവറ്റം ശമര്യർക്ക് ദൈവവചനം ഒന്ന് കേട്ടാൽ കൊള്ളാം. അന്ത്രയോസ് അവരെ വിളിച്ചുകൊണ്ട് പത്രോസിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തേച്ച് പറഞ്ഞു, പ്രസംഗിക്കാൻ പറഞ്ഞു. പത്രോസ് പ്രസംഗിച്ചു. ശമര്യരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവിടെ സ്നാനം നടന്നു. എന്താ മനസ്സിലായി? അദ്ദേഹത്തിനൊരു കഴിവുണ്ടായിരുന്നു, ജനത്തെ യേശുവിങ്കിലേക്ക് കൊണ്ടുവരിക.
അതും കഴിവുണ്ട് എന്ന് തോന്നുന്നവനെ, ദൈവത്തിന് വേണമെന്ന് തോന്നുന്നവനെ കൊണ്ടുവരിക. ഒരു കാര്യം കണ്ടോ, ഈ ശമര്യർക്ക് ദൈവവചനം കേൾക്കണമെന്ന് വെച്ചു. അവർ പത്രോസിൻ്റെ അടുത്തോട്ട് പോവാണ്. ഞാനോ നിങ്ങളോ അന്ത്രയോസിൻ്റെ സ്ഥാനത്തെങ്കിൽ ശമര്യർ അങ്ങോട്ട് പോകുന്നുണ്ട് ചൊറയും, ഏയ് 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 ഇതിലെ വാ, ഇനി വന്നേ, എവിടെ പോവാ സുവിശേഷം കേൾക്കാൻ? എവിടെ? പത്രോസിൻ്റെ അടുത്ത്. ഈ പത്രോസ് ആരാന്നറിയോ? ഇല്ല, എൻ്റെ അനിയനാ. ഞാൻ അവനെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞ ശേഷം അവൻ ഈ സുവിശേഷം എന്താണെന്ന് കേട്ടെ. നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്കണം. ഇവൻ ഇന്നലെ ഇങ്ങോട്ട് വന്നവനാ, അവനിപ്പോൾ എന്നെ അറിയത്തില്ല. ഞാനാ അവനെ കൊണ്ടുവന്നു. നമുക്ക് സുവിശേഷം കേൾക്കണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അന്ത്രയോസിനറിയാം എനിക്കതിനുള്ളൊരു പാഠമൊന്നുമില്ല. പത്രോസിൻ്റെ മീതെ ഒരു അഭിഷേകമുണ്ട്, അതാ അതിന് നല്ലത്. അങ്ങ് പ്രസംഗിക്കുക. ഇതിൻ്റെയൊക്കെ വ്യത്യാസം അറിയണമെങ്കിൽ നമ്മൾ നിത്യത ചെല്ലുമ്പോൾ ഒരു കാര്യം അറിയാം. പ്രതിഫലം വിധിക്കുന്ന നാളിൽ 3000 പേരെ പിടിച്ചൊരു ചൂണ്ട പത്രോസിനുണ്ടായിരുന്നു. കർത്താവ് ഇതിനെല്ലാം ഓരോ പ്രതിഫലം കൊടുത്തു. 3000 ഒറ്റ രാത്രി ഇന്ന് മുക്കിയില്ലേ, ഇത് പിടിച്ചു. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ മനോഹരങ്ങളായ പ്രതിഫലം കൊണ്ട് ഇതിലേ പോകണമെന്നറിയാതെ പത്രോസ് ഇങ്ങനെ നിൽക്കുമ്പോൾ അന്ത്രയോസിനെ വിളിച്ചു, ഇതിലും വലുതൊരെണ്ണം കൊടുത്തു. പത്രോസ് സ്വാഭാവികമായിട്ട് ചോദിച്ചു, ഇതന്നെ ഇത്രേ? 3000 പേരെ നീ പിടിച്ചു, അതിനുള്ള പ്രതിഫലം നിനക്ക് തന്നു. 3000 പിടിച്ച നിന്നെ ഇവനാ പിടിച്ചത്. ഇതൊരു ബോണസ് പോയിന്റ് ഇട്ടാൽ ഇവനങ്ങ് കയറും. ലോകത്തെവിടെ ക്രൈസ്തവനുണ്ടായി വന്നാലും ഒരു ബോണസ് പോയിന്റ് അന്ത്രയോസിന് കിട്ടും. കാരണം ഒന്നാമൻ അവനാണ്, ഫസ്റ്റ് വൺ അവനാണ്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും തൻ്റെ ആ വലിപ്പം എവിടെയും പറയാതെ സൗമ്യതയോട് ഒതുങ്ങി നിൽക്കുന്ന ക്രിസ്തുയേശുവിലെ ഭാവം നമ്മൾക്ക് അന്ത്രയോസിൽ കാണാം. ഇതുപോലെ ക്രിസ്തുയേശുവിലെ ഭാവം എന്താ? ഫിലിപ്പ് ലേഖനം 2:4 മുതൽ പറയുക, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം നോക്കണം. ക്രിസ്തുയേശുവിനെ കുറിച്ച് പറയുക, അവൻ ദൈവരൂപത്തിലിരിക്കെ. ആദ്യം മനസ്സിലാക്കിയോ, ബേത്ലഹേമിലെ ജനനം മുതലല്ല കർത്താവായ യേശു ഉള്ളത്. ബേത്ലഹേമിലെ ജനനത്തെക്കാൾ 1000 വർഷം മുമ്പ് യേശു ഉണ്ടായിരുന്നോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുണ്ട്. 1000 അല്ല, 10000 വർഷം മുമ്പ് യേശു ഉണ്ടായിരുന്നു. 10000 അല്ല, സഹസ്ര കോടി വർഷങ്ങൾക്കപ്പുറത്ത് യേശു ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ യേശു കർത്താവ് ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. സ്വർഗീയ മഹിമയിൽ പിതാവിനോടൊപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകസത്യദൈവത്തിൻ്റെ നിറവ് അങ്ങനെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി പോലെ പാപത്തിൽ അധപ്പതിക്കപ്പെട്ട മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു വന്നു. അതാ പുത്രനായ യേശു ക്രിസ്തു. താഴേക്കിറങ്ങാൻ ആ രംഗം ഒന്ന് വിശദീകരിച്ച് ഞാൻ നിർത്തിക്കൊള്ളാം. എന്നിട്ട് നിങ്ങൾക്ക് ചർച്ചയ്ക്ക് അവസരം തരണമെന്നാണ്. ശ്രദ്ധിക്കണേ സൗരങ്ങളെ, ഹോളി ട്രിനിറ്റി നമ്മൾ പഠിക്കുന്നവരാ. വാസ്തവത്തിൽ ഈ ട്രിനിറ്റി അത് പഠിക്കുമ്പോൾ അറിഞ്ഞെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ട്രിയൂണിറ്റി അഥവാ ട്രിനിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ മാർമിക സത്യമാണ് ബൈബിളിലെ. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്നേ അതിനർത്ഥമുള്ളൂ. അപ്പോൾ ഈ ദൈവം എന്നാൽ ആരാണ് ദൈവം? എന്താണ് ദൈവം? ഒരു നിർവചനം പറയാൻ പറഞ്ഞാൽ പറ്റുമോ? യു പ്ലീസ് ഡിഫൈൻ വാട്ട് ഇസ് ഗോഡ്. ടേം ഗോഡ് അതൊന്ന് ഡിഫൈൻ ചെയ്യാം. നമുക്ക് കുറേ ഗുണങ്ങൾ പറയാനേ പറ്റൂ. സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി എന്നൊക്കെ. പക്ഷെ ഒരു പേര് ദൈവത്തിന് പറ്റും, പരമാധികാരി, ദ അൾട്ടിമേറ്റ് ഓണർ, സകലത്തിൻ്റെ കാരണഭൂതൻ എന്നൊക്കെ പറയാം. പക്ഷെ ദൈവത്തിനൊരു നല്ല നിർവചനം ബൈബിളിലുണ്ട്, തരക്കേടില്ലാത്തൊരു നിർവചനം. അത് ദൈവം സ്നേഹം തന്നെ എന്നാണ്. ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹം തന്നെ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, സ്നേഹം ഇറ്റേണലാണ്. നിത്യസ്നേഹത്താൽ അവൻ നമ്മെ സ്നേഹിച്ചു. നിത്യസ്നേഹം അല്ലേ? ദൈവം ആരെയാണ് സ്നേഹിച്ചത്? പറ. അപ്പോൾ ലോകത്തെയാണ് ദൈവം സ്നേഹിച്ചു തുടങ്ങിയെങ്കിൽ സ്നേഹത്തിന് തുടക്കമുണ്ട്. കാരണം
സ്നേഹം നിത്യമല്ലെന്ന് വരുന്നു. ലോകം സൃഷ്ടിച്ച ശേഷമല്ല സ്നേഹിക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ദൂതന്മാരെയാണോ? ആർക്ക് തുടക്കമുണ്ടോ? മനുഷ്യനെയാണോ? അല്ല, തുടക്കമുണ്ടോ? അതെങ്ങനെ ശരിയാണ്? അത് ട്രിനിറ്റേറിയന്മാർക്ക് മാത്രമേ വിശദീകരിക്കാൻ പറ്റൂ. കാരണം ക്രൈസ്തവൻ്റെ വിശ്വാസപ്രകാരം ഒരു ദൈവം, ആ ദൈവത്തിൽ 3 വ്യക്തിത്വങ്ങൾ നിലകൊള്ളുന്നു: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ് പുത്രനെ സ്നേഹിച്ചു, പുത്രൻ പിതാവിനെ സ്നേഹിച്ചു, അവർ ഇരുവരും പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ ആ എസൻസ് തന്നെ സ്നേഹമായി. ആ സ്നേഹത്തിൻ്റെ തീവ്രതയിൽ ദൈവ കുടുംബം എന്ന ആശയത്തിൽ പൗരാണിക നിത്യതയിൽ തുടരും ആ കാലം. ഇങ്ങനെ ദൂതഗണങ്ങളുണ്ടായി. അവയെ ആരാധിക്കുമ്പോൾ പിതാവിനെ വിളിക്കും പരിശുദ്ധൻ, പുത്രനെ വിളിക്കും പരിശുദ്ധൻ, പരിശുദ്ധാത്മാവിനെ വിളിക്കും പരിശുദ്ധൻ. അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്. പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആവർത്തിച്ച് പറയല്ല, ഒരു സംഗീതം പോലെ 3 തവണ പറഞ്ഞിട്ട് വീണ്ടും അത് അതേ രൂപത്തിൽ പറയുന്നു. ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി ഗോസ്റ്റ്. ഹോളി ഹോളി ഹോളി, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവ ആർപ്പിടുകയാണ്. ഈ രംഗം കണ്ടപ്പോൾ പിതാവിന് മഹത്വം കൊടുക്കുന്ന ദൂതഗണങ്ങളുടെ മഹത്വത്തിൽ, പുകഴ്ചയിൽ, പുത്രന് മഹത്വം കൊടുക്കുന്ന ഇടത്ത് ദൂതഗണങ്ങളിൽ ഒരു പറ്റം ശ്രദ്ധിച്ചു. ഈ മഹത്വത്തിൻ്റെ വിന്യാസം, അതിങ്ങനെ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ തേജസ്സാർന്ന സാന്നിധ്യം കണ്ടിട്ട് ഒരു ദൂതന് തോന്നി, ഞാൻ ദൈവത്തോട് സമനാകും. ദാണ്ടിതുപോലെ. ഇതിട്ട് എൻ്റെ സിംഹാസനം അത്യുന്നതൻ്റെ സിംഹാസനത്തിൻ്റെ മീതെ വയ്ക്കും. ആക്ച്വലി പാപം എറൈസ് ചെയ്യുന്ന ഇവിടെയാണ്. പാപം എന്ന് പറഞ്ഞൊരു വസ്തുവല്ല. ചില ഈ പാപം സ്വർഗത്തിൽ എങ്ങനെ കയറിയെന്നൊരു ചോദ്യം ഇന്നലെ ഞാൻ കൊടുത്തു. പാപം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കനമുള്ള സാധനം എടുത്തു വെക്കല്ല, ലോ ബ്രേക്ക് ചെയ്യുന്നതാണ് പാപം. ലോ ബ്രേക്ക് ചെയ്തു. ഈ ലോ ബ്രേക്ക് ചെയ്തത് ആരാ? പിശാച്. അവൻ പിശാചാവുകയാണ് ചെയ്തപ്പോൾ. ഇതിൻ്റെ പ്രതിക്രിയ എന്താണെന്നറിയണ്ടേ? ഞാൻ സ്വർഗത്തിൽ കയറും, ദൂതൻ പറഞ്ഞു. ഒരു ഫോളൻ ഏഞ്ചൽ പറയുക, അതേ സ്വർഗത്തിൽ കയറും. പിൽക്കാലത്താണ് വീഴുന്നത്. ഞാൻ സ്വർഗത്തിൽ കയറും. ക്ഷണത്തിൽ ഒരുവൻ്റെ സമീപനം കണ്ടു. ഇവൻ്റെ ഈ അഹന്തയ്ക്കൊരു തിരിച്ചടിയുണ്ട്. അതിന് ദൈവപുത്രൻ ഒരു മറുവഴിയാണ് നിർദ്ദേശിക്കുന്നത്. ഞാൻ താഴേക്കിറങ്ങും. പിശാച് പറഞ്ഞു, ഞാൻ മുകളിലേക്ക് കയറും, എൻ്റെ സിംഹാസനം അവിടെ വെക്കും. അപ്പോൾ സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രൻ പറഞ്ഞു, പിതാവേ, നിന്റെ അരികിലെ മഹത്വം ഉപേക്ഷിച്ചിട്ട് ഞാനിതാ ദാസ്യരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങാൻ, ക്രൂശിലെ മരണത്തോളം നിന്നോട് ഏകീകരിക്കാൻ ഇതാ താഴേക്ക് 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 ഇറങ്ങുന്നു. ആ ഇറക്കം തൻ്റെ സൃഷ്ടിയായ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ ഒരു ശിശുരൂപം പൂണ്ട് ജനിക്കത്തക്ക വിധം ക്രിസ്തു കാണിച്ച ഈ താഴ്മയുടെയും സൗമ്യതയുടെയും മഹത്വമാണ്. ഈ പിൽക്കാലത്ത് ശിഷ്യന്മാർ കണ്ടിട്ട് പറയാ, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ. ഈ ഗുരു മാത്രമേ ശിഷ്യൻ്റെ പാദം കഴുകിയിട്ടുള്ളൂ. ഈ ഗുരു മാത്രമേ സ്വന്തം ശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെടുമ്പോൾ ക്ഷുഭിതനാകാതിരുന്നിട്ടുള്ളൂ. ഈ ഗുരു മാത്രമേ ശിഷ്യൻ അങ്ങോട്ട് പണം കൊടുത്തും അങ്ങോട്ട് പരിഗണന കൊടുത്തും ശിഷ്യൻ്റെ നികുതിപ്പണമടച്ചും കരുണ കാട്ടിയിട്ടുള്ളൂ. അവിടുന്നാണ് സകലവും തികഞ്ഞ ഗുരു. അവിടുന്നാണ് സകലവും തികഞ്ഞ മനുഷ്യത്വം. ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ അന്തർലീനമായിരിക്കുന്ന സമ്പൂർണ്ണ ഭാവം ആ ഗുരുവിലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ. അതുകൊണ്ട് ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ വിട്ടേക്കാം. കർത്താവിനെ വിളിക്കുന്ന, സാധാരണ വിളിക്കുന്നൊരു പേരാണ് ദൈവപുത്രൻ. അങ്ങനെയല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. ദൈവപുത്രനെന്ന് നമ്മളൊക്കെ യേശുവിനെ വിളിക്കുമ്പോൾ യേശു 1-2 എടുത്ത് ദൈവപുത്രൻ എന്ന് തന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യേശു എല്ലായ്പ്പോഴും പറയാൻ ഇഷ്ടപ്പെടുന്നൊരു പേര് മനുഷ്യപുത്രൻ എന്നാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ തന്നെക്കുറിച്ച് എപ്പോഴും യേശു എന്ത് പറയും? മനുഷ്യപുത്രൻ. ഇതെന്തിനാ ഇങ്ങനെ യേശു മാറ്റി പറയുന്നത്? ദൈവപുത്രൻ അല്ലേ, പിന്നെ എന്തിനാ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത്?
ഇപ്പം മനുഷ്യനായി. പക്ഷേ ഈ മനുഷ്യപുത്രൻ എന്ന് കൂടുതൽ പറഞ്ഞത് എന്തിനാ? പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. ക്രിസ്തുയേശുവിലെ ഭാവം. യേശു കർത്താവിന് ദൈവപുത്രൻ എന്ന പേരുണ്ട്. അവിടുന്ന് ദൈവമാണ്, അവിടുന്ന് സമ്പൂർണ്ണ മനുഷ്യനാണ്. മനുഷ്യത്വം, ദൈവത്വം, ദാസ്യത്വം, അപ്പോസ്തലത്വം, പ്രവാചകത്വം ഇതെല്ലാം യേശുവിലുണ്ട്. ഇതിൽ യേശു ഏറ്റവും എൻജോയ് ചെയ്തത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് പേരാന്നറിയണ്ടേ? മനുഷ്യപുത്രൻ. ഭയങ്കര ഇഷ്ടമാണ് ആ പേരിൽ അറിയപ്പെടാൻ. ആ കാരണത്തിലേക്ക് ഒന്ന് വരിക. ശ്രദ്ധിക്കണേ. തകർന്നുപോയ പിശാച്, ഫോളൻ ഏഞ്ചൽ, അവയ്ക്ക് ന്യായവിധി ഉണ്ടെന്ന് അവയ്ക്കറിയാം. ഈ പിശാച് യേശുവിൻ്റെ ദൈവത്വത്തെക്കാൾ ഭയപ്പെട്ടത് യേശുവിൻ്റെ മനുഷ്യത്വത്തെയാണ്. മനസ്സിലായില്ല ഞാൻ പറഞ്ഞു? ദൈവമായ ക്രിസ്തുവിനേക്കാൾ പിശാചിൻ്റെ പേടി മനുഷ്യനായ ക്രിസ്തുവിനെയാണ്. പിടിയിട്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലായി? ഉള്ളടക്കം പിടിയിട്ടില്ല. എന്തുകൊണ്ടെന്ന് മനസ്സിലാകുന്നില്ല അല്ലേ? പറയാം. ഈ കൂടെ ഒരു കൊടും കുറ്റവാളി ഇരിക്കുന്നു എന്ന് കരുതുക. അങ്ങനെ ആരും ഇല്ല, ഇവിടെ നല്ല മനുഷ്യരാണുള്ളത്. ഒരു ഭീകരൻ, അയാൾ ഭീകരനാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി വന്ന് നേരത്തെ രജിസ്ട്രേഷനൊക്കെ നടത്തി. വളരെ ആത്മീയനായിട്ട് നമ്മളോട് കൂടി കണ്ടുപിടിക്കാനും നമുക്ക് പറ്റിയില്ല. ആത്മാർത്ഥമായിട്ട് നമ്മളോട് ഇരിക്കുക. ഏതാണ്ടെല്ലാം കൊള്ളയും കൊള്ളിയപ്പം നടത്തി നമ്മുടെ ഇടയിൽ ഇങ്ങനെ പതുങ്ങിക്കഴിയുക. ഇയാൾ ബിരുദനാണ്. പോലീസ് വണ്ടി കണ്ട ആൾ മാറും. ഇവിടെ ഒരു പോലീസുകാരൻ വന്നാൽ പുള്ളിക്ക് പിടികിട്ടും, ആൾ മാറും. പോലീസിനെ തട്ടിക്കാൻ ഇവനോടായിരിക്കും വന്നിട്ട് ചോദിക്കുന്ന ഇന്ന ആളിനെ അറിയുമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയും അവനിപ്പോൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ, അവിടെ നിന്ന് ചോറ് വാങ്ങുന്നുണ്ട്, ഞാൻ ഇപ്പോൾ കൂട്ടിക്കൊണ്ട് സാർ കൊണ്ട് ഇരിക്കാൻ പറഞ്ഞ് ഇയാൾ അടുത്ത വഴി പോകും. പഠിച്ച കള്ളനെ പൂട്ടാൻ പോലീസിന് പറ്റില്ല, വലിയ പാടാ, ഭയങ്കര പ്രയാസമാണ്. അങ്ങനെയാണ്. ഇവനെ പിടിച്ചേ പറ്റുമെന്ന് വന്നാൽ ഒരുവനങ്ങ് തീരുമാനിച്ചു. SP പറഞ്ഞ് ഇന്ന് ഇവനെ പൊക്കാൻ ആർക്ക് സാധിക്കും? അവനൊരു പ്രൊമോഷൻ കൊടുക്കാൻ പോവാം. 10-40 കേസിൽ അവൻ പ്രതിയാണ്. ഇവനെ പൊക്കിയാൽ നിനക്കിന്ന് പ്രൊമോഷനാണ്. IG പറഞ്ഞു. പോലീസുകാരൻ പൊക്കിയേ പറ്റൂന്ന് വന്നപ്പോൾ പുള്ളി പോയിട്ട് അടുത്ത സ്ഥലത്ത് ബാർബർ ഷോപ്പിൽ പോയി മീശയൊക്കെ എടുത്ത് കളഞ്ഞ് കൗണ്ടറിൽ പോയി നല്ലൊരു ബൈബിളൊക്കെ മേടിച്ച് ഇതുപോലെ ഇവിടെ വന്നു. അന്യഭാഷ പറഞ്ഞു, പാട്ട് പാടുന്നു, നമ്മളെക്കാൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ചാടുന്നു. പക്ഷേ പുള്ളിയുടെ ലക്ഷ്യം എന്താണെന്നറിയോ? ഇവിടെ അതിലേക്ക് വഴി കണ്ണിങ്ങനെ പോകും, ഈ കള്ള ലക്ഷണമുള്ളവരെ നോക്കും, ആമിതമായി കല്ലേലിയ പറയുന്നവരെ നോക്കും. ഇതിങ്ങനെ നോക്കി 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 കുറേ കഴിഞ്ഞപ്പോൾ ഇവന് പിടികിട്ടി ഈ ആൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനൊരു സംശയം, ഈ നിൽക്കുന്ന ആൾ വാസ്തവത്തിൽ പാസ്റ്ററാണോ, എന്നെ തന്നെ നോക്കാൻ കാരണം എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ചുരുക്കി പറഞ്ഞാൽ യൂണിഫോം ഇട്ട് വരുന്ന പോലീസിനേക്കാൾ അപകടകാരിയാണ് വേഷം മാറി വരുന്ന പോലീസ്. അവൻ അറസ്റ്റ് ചെയ്തിട്ടേ പോവുള്ളൂ. മനസ്സിലായോ? ഒന്നുകൂടെ വ്യക്തമാക്കാം. പിശാച് ആദമ്യകുലത്തെ തെറ്റിച്ചു. തന്നിൽ അധിവസിച്ച പാപം ആദമ്യകുലത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും, ഒരു മനുഷ്യപുത്രൻ ജനിക്കും. അന്ന് മുതലേ സാത്താൻ അറിയാം, പറഞ്ഞത് ദൈവമാണെങ്കിൽ അത് സംഭവിക്കും. പിശാച് കാത്തിരിക്കുക, തൻ്റെ തല തകർക്കുന്ന ഒരുത്തം വരും. നമ്മളെല്ലാം നോക്കി, യെശയ്യാവിനെ നോക്കി, ഇരമ്യാവിനെ നോക്കി, എസെക്കിയേലിനെ നോക്കി, ദാനിയേലിനെ നോക്കി, ഇതൊന്നും അല്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഇരിക്കെ സാക്ഷാൽ നമ്മുടെ കർത്താവ് വന്നപ്പോൾ അവനൊരു സംശയം, ഇതുതന്നെയാണോ എൻ്റെ തല തകർക്കാൻ വരുന്ന ആൾ? അതുകൊണ്ട് അവനെ ഉപവാസം കഴിഞ്ഞ് യേശുവിൻ്റെ അടുത്തെത്തി. വലിയ പ്രതീക്ഷയോടെത്തിയ. കാരണം ആദ്യത്തെ ആദം പറുദീസയിലായിരുന്നു. എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള പറുദീസയിൽ വിശപ്പറിയാത്തവനായി, ദുഃഖമില്ലാത്തവനായി, ആനന്ദപൂർണമായി ജീവിച്ചവനെ തോൽപ്പിച്ച ആളാണ് പിശാച്. അങ്ങനെയാണെങ്കിൽ 40 ദിവസം ഉപവസിച്ച് മരുഭൂമിയുടെ ചുട്ടുപഴുത്ത മണലിൽ കഴിയുന്ന ഈ മനുഷ്യന് വിശക്കുമെന്നറിയാം, തോൽപ്പിക്കാൻ എളുപ്പമാണെന്ന് ഓർത്താ വന്നേ. ഒരുത്തൻ പറുദീസയിൽ, ഒടുക്കത്തെ ആദം മരുഭൂമിയിൽ. ആദ്യത്തെ ആദമിന് വിശപ്പില്ല, ഒടുക്കത്തെ ആദമിന് വിശപ്പുണ്ട്. ഒരുത്തൻ പരിശീലൻ, ഒരുത്തൻ ശക്തൻ. പക്ഷേ ശക്തനായ ആദ്യത്തെ ആദമിനെ തോൽപ്പിച്ച ബലത്തോടെ സാത്താൻ അടുത്ത് വന്നിട്ട് ഒരു ചോദ്യം, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട്
അവിടെ ഒരു മറുപടി യേശു പറഞ്ഞേക്കണം. യേശു പിശാചിൻ്റെ ചോദ്യം, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രനെങ്കിൽ. യേശുവിൻ്റെ മറുപടി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. എന്താ മനസ്സിലായി? പിശാചിൻ്റെ ചോദ്യം ദൈവപുത്രൻ, യേശുവിൻ്റെ മറുപടി മനുഷ്യൻ. പിടികിട്ടിയോ? മനുഷ്യൻ. ഇത് കേട്ടതേ സാത്താനൊന്ന് വിറച്ചു. കാരണം നമുക്കറിയില്ലെങ്കിലും അവനറിയാം, ആളിത് തന്നെ. തോൽപ്പിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. വചനം കൊണ്ട് ചെറുക്കുന്നു, വാക്കുകൾ കൊണ്ട് ചെറുക്കുന്നു, ശാസിക്കുന്നു. അകപ്പാടെ പിശാച് ഭയന്നു. ഇവൻ യേശുവിൻ്റെ പിന്നാലെ കൂടിയതാ. ക്രൂശിക്കപ്പെടാൻ നേരവും അവൻ അടുത്ത് വന്നിട്ട് ആവർത്തിച്ചു, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്നിറങ്ങി വാ. ക്രൂശിൽ നിന്നിറങ്ങുന്നതല്ല, ഞാൻ മനുഷ്യപുത്രനാണ്, അതുകൊണ്ട് മരിക്കണം. പിടികിട്ടിയോ? യേശു എന്ന മനുഷ്യനെ പിശാച് ഭയപ്പെട്ട കാര്യകാരണങ്ങളാണ് ഈ പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ ഈ ദുർബല ശരീരം കൊണ്ട് തനിക്ക് പിശാചിനെ ജയിക്കാൻ കഴിയുമെന്ന് യേശു തെളിയിച്ചു. ആദമ്യകുലത്തെ ആദ്യത്തെ ആദം തോറ്റിടത്ത് ഒടുക്കത്തെ ആദം ജയിക്കുന്ന മാർമികമായ ആ സത്യം സാത്താന് ബോധ്യപ്പെടുത്തിയപ്പോൾ മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. തന്നെ തൻ്റെ ജീവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയല്ല, മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മളിന്നും സാത്താനെ ശാസിക്കുമ്പോൾ യേശുവിൻ്റെ ലോക്കൽ വിലാസമാണ് പറയുന്നത്. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ പോകാനാ. സ്വർഗത്തിലെ പേരൊന്നുമല്ല പറയുന്നത്, നസ്രായനായ യേശു. പിടിയോ? ലോക്കൽ അഡ്രസ്സിലാണ് അടിക്കുന്നത്. ഇതാണ് ആളെന്ന് സിമ്പിളായിട്ടാണ് പറയുന്നത്. ഈ പേര് കേൾക്കുമ്പോൾ അവന് പേടിയാ. കാരണം ആദമിൻ്റെ പേര് പോലെ അല്ലിത്. ഒടുക്കത്തെ ആദമിൻ്റെ ശക്തി അവന് മനസ്സിലായി. അപ്പോൾ സ്വർഗീയ മഹിമ വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്ന യേശുവിൻ്റെ മഹത്വം എന്താ? ദൈവപുത്രൻ്റെ മഹത്വം താണനിലയിൽ നിന്ന് മുകളിലേക്ക് കയറിയതല്ല, ഉയർച്ച മാറ്റിവെച്ചിട്ട് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതുകൊണ്ട് ഫിലിപ്പിലേനത്തിൽ പറയുക, അല്ലയോ ഫിലിപ്പ്യരെ, ഈ ഭാവം നിങ്ങളിലുണ്ടാകണം. ഈ ക്യാമ്പിൽ വന്നിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം. 8, 10, 15 കൊല്ലത്തിനുള്ളിൽ ഇന്നിവിടെ കൂടുന്ന കുഞ്ഞുങ്ങളിൽ പലരും കാനഡയിൽ, ഓസ്ട്രേലിയയിൽ, അമേരിക്കയിൽ, UK, ഗൾഫ് രാജ്യങ്ങളിൽ, അല്ല ഇന്ത്യയുടെ പലയിടങ്ങളിൽ ഏറ്റവും ഉന്നത നിലവാരത്തിലെത്തേണ്ടവരാണ്. IAS, IPS, മെഡിക്കൽ ലൈനിൽ ജോലി ചെയ്യുന്നവരെ, എൻജിനീയേഴ്സിനെ, സുവിശേഷ വില ചെയ്യുന്നവരെ, അങ്ങനെ പല നിലകളിൽപ്പെട്ടവരെയാണ് ഞങ്ങളിവിടെ കാണുന്നത് വിശ്വാസത്താൽ. പക്ഷേ ഒന്നുറപ്പിക്കണം, എൻ്റെ സകല ഉയർച്ചയും ഞാൻ ഈ ക്യാമ്പിൽ പങ്കെടുത്ത വഴി ഒന്നുറപ്പിക്കുന്നു, അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് അർപ്പിക്കും. ഞാൻ ഓരോ പടി ഉയരുമ്പോഴും ക്രിസ്തുവിനെ ധ്യാനിക്കും. ഞാൻ താഴേക്ക് മനസ്സുകൊണ്ടിറങ്ങും. താഴേക്ക് ഇറങ്ങുന്ന എൻ്റെ അനുഭവത്തിൻ്റെ താഴ്മയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ച എന്ന ബോധ്യം എന്നെ പിന്തുടരും. ആരുണ്ട് ഇന്ന് പകൽ അങ്ങനൊന്ന് സമർപ്പണം ചെയ്യാൻ? അങ്ങനെ സമർപ്പിക്കപ്പെട്ടാൽ ഒരുവനും നിൻ്റെ വഴി തടയാൻ സാധിക്കില്ല, ഒരു ശക്തിക്കും സാധിക്കില്ല. കുഞ്ഞുങ്ങളോട് ധൈര്യപൂർവ്വം ഈ ആലോചന എനിക്ക് പറയാനുള്ളത്. മക്കളെ, ഞാനും നിങ്ങളും എന്ത് സ്വപ്നം കണ്ടോ, എന്ത് മനസ്സിൽ സംഗ്രഹിച്ചോ, അതിൻ്റെ 10 മടങ്ങ് അയക്കാൻ കഴിയുന്ന ഒരു ദൈവപുത്രൻ്റെ മുമ്പിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. വിശ്വാസത്താൽ ചിന്തിച്ചാട്ടെ, ആർക്കും എൻ്റെ വഴി തടയാനാവില്ല. ദർശനത്തിലേക്കുള്ള എൻ്റെ വഴിത്താരയിൽ ആർക്കും തടസ്സം നിൽക്കാൻ സാധിക്കില്ല. ഞാൻ മുമ്പോട്ട് തന്നെ പോകും. ഒപ്പം ഒന്നുകൂടി, ഞാൻ എവിടെ പോകുമ്പോഴും ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം യേശുവിനെ ഉയർത്തുന്നവനാകും, യേശുവിനെ പ്രകീർത്തിക്കുന്നവനാകും, ക്രിസ്തുവിനെ സാക്ഷിക്കുന്നവനാകും. നിങ്ങളൊരു ഉന്നത ഉദ്യോഗസ്ഥനാകട്ടെ, ക്രിസ്തുവിനെ സാക്ഷിക്കുന്നവനാവുക എന്നത് ഒരു വലിയ ദൗത്യമാണ്. 1-ാം ലോകമഹായുദ്ധം നടക്കുന്ന കാലഘട്ടം. അന്ന് ഇസ്രയേൽ ലോകമെമ്പാടും ചിതറിപ്പോയി. അതിന് മുമ്പ് പോയ രാജ്യങ്ങളിലൊക്കെ അവർ പീഡിപ്പിക്കപ്പെട്ടു, ദാരുണമായിട്ട് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവർ ചിന്തിച്ചു, പലരും ഞങ്ങളെ കല്ലെറിയുന്നു, കൊല്ലുന്നു. കാരണം സ്വന്തം രാജ്യത്ത് നിന്ന് ബഹിഷ്കൃതരായതിൻ്റെ കുഴപ്പമാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് പാർക്കാൻ അല്പം ഭൂമി തരണം ആരെങ്കിലും, വെറുതെ വേണ്ട, പണം തരാം. പാശ്ചാത്യ രാജ്യങ്ങളിൽ വലിയ ബിസിനസ് ചെയ്ത് കോടിക്കണക്കിന് ഡോളറുള്ള യഹൂദന്മാരാ, പക്ഷെ അവരെ ഹിറ്റ്ലർ പീഡിപ്പിക്കുന്നു.
ഇറ്റലി പീഡിപ്പിക്കുന്നു, സർചക്രവർത്തിമാർ പീഡിപ്പിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ജില്ല അനുവദിച്ചതാണ്. ആരും കൊടുക്കാൻ തയ്യാറില്ല. കൊടുക്കുക അവരെ പണ്ട് ഉപേക്ഷിച്ചു പോന്ന പാലസ്തീനിയ എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ഇസ്രയേൽ രാഷ്ട്രം അന്ന് കൈവശം വച്ചിരിക്കുന്ന ഓട്ടോമൻ തുർക്കികളുടെ അടിയിൽ തുർക്കികളുടെ ഭരണാധികാരി ഹുസൈൻ രാജാവിനെ കണ്ടു. പ്രഭോ, പണം തരാം. അങ്ങയുടെ വിശാല സാമ്രാജ്യത്തിൽ പൊട്ടുപോലെ കിടക്കുന്ന ഒരു 120 മൈൽ വിസ്തൃതിയുള്ള പാലസ്തീൻ സെൻറ്റിന് വേണ്ട പണം തരാം, ഞങ്ങൾക്ക് തരണം. ചക്രവർത്തി പരിഹസിച്ചു വിട്ടു. യോർദാനിലെ വെള്ളമൊഴുകി ഒലിവുമലയുടെ മീതെ കിടക്കുന്നൊരു കാലം വന്നാൽ അന്ന് തരാമെന്ന്. ഫസ്റ്റ് വേൾഡ് വാർ പെട്ടെന്ന് വരിക. ഈ വേൾഡ് വാറിൽ ബ്രിട്ടനും അമേരിക്കയും എല്ലാം ഒന്നിച്ചാണ് നിൽക്കുന്നത്. അപ്പുറത്ത് ഇറ്റലിയും ജർമ്മനിയും ഒക്കെയാണ്. ആദ്യഘട്ടമൊക്കെ ബ്രിട്ടനും റഷ്യയും ചേരുന്ന സൈന്യത്തിനാണ് വിജയം. റഷ്യ കൂടെ ഉണ്ട്. പക്ഷേ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ മേൽക്കൈ ജർമ്മനിയുടെ സേനയ്ക്കായി, ഹിറ്റ്ലർക്കൊക്കെ ആയി. സോവിയറ്റ് യൂണിയൻ്റെ 20 കിലോമീറ്റർ അടുത്ത് വരെ ജർമ്മൻ സേന പാഞ്ഞു ചെന്നു ടാങ്കറുകളെ ആയിട്ട്. തിരിച്ചടി ശക്തമായി, തോൽവി ഉറപ്പിച്ചു. അപ്പോഴാണ് ഒരു യഹൂദ സയൻറ്റിസ്റ്റ് ഷെയ്ം വെയ്സ്മാൻ പറയുന്നു, അല്ലയോ ബ്രിട്ടീഷുകാരെ, ഈ യുദ്ധത്തിൽ ഞാൻ നിങ്ങൾക്കൊരു തന്ത്രമോതാം. ഈ യുദ്ധത്തിൽ ഞങ്ങൾ തരുന്ന മാരകായുധത്തിൻ്റെ ഉപയോഗം കൊണ്ട് നിങ്ങൾക്ക് ശത്രുവിനെ തുരത്താം. അതുകൊണ്ട് ഇത് ഒരു ഓഫറാണ്. പകരം എന്ത് വേണം? ബ്രിട്ടീഷുകാരൻ്റെ ചോദ്യം. പണം വേണ്ട, പാലസ്തീനിയ ഞങ്ങൾക്ക് തരണം. ബ്രിട്ടൻ സമ്മതിച്ചു. ആ യുദ്ധത്തിലൊടുവിൽ ബ്രിട്ടൻ ജയിച്ചു. സമയക്കുറവുണ്ടാണ് വേത്തി പറയുന്നത്. അവിടെ ബ്രിട്ടൻ ജയിച്ചെങ്കിലും ഈ ഭൂമി യഹൂദന് കൊടുക്കാൻ തടസ്സമുണ്ടായി. ഈ പാലസ്തീനെ തിരിച്ചു പിടിക്കാൻ ബ്രിട്ടൻ നിയോഗിച്ചത് ബ്രിട്ടീഷുകാരനായ ഒരു മേധാവി, ബ്രിട്ടീഷ് ജനറൽ അല്ലൻബി എന്ന ആളിനെയായിരുന്നു. ഇപ്പോഴും ഉണ്ട് യോർദാന് കുറുകെ ഒരു അല്ലൻബി പാലം. അദ്ദേഹം ഇസ്രയേലിൽ ചെന്നു. അപ്പോൾ ഈ പാലസ്തീനിൽ യെരുശലേമിലും ഒക്കെ ആയിട്ട് അറബി താവളങ്ങളുണ്ട്. അദ്ദേഹം ചെന്ന് ഒലിവുമലയുടെ മുകളിൽ പാർത്തു. ഒത്തിരി സംഭവങ്ങളുണ്ട്, എല്ലാം വിശദീകരിക്കുന്നില്ല, ഒടുക്കം. അദ്ദേഹം നാളെ ആക്രമണം നടത്തേണ്ട യെരുശലേമിന് നേരെ ബൈനോക്കുലർ കൊണ്ട് നോക്കി. അദ്ദേഹം ബൈബിൾ വായിക്കുന്നൊരു മനുഷ്യനായിരുന്നു, പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു, ആരാധിക്കുന്ന മനുഷ്യനായിരുന്നു. ആ മഹാനഗരം കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, അയ്യോ, ഇവിടെയല്ലേ അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിച്ചത്? ഇവിടെയല്ലേ ദാവീദ് ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്ത് ആരാധിച്ചത്? ഇവിടെയല്ലേ മാരക മരക്കുരിശും തോളിലെന്തി എൻ്റെ ആരുമനാഥൻ ചോരയണിഞ്ഞ പാദങ്ങൾ കൊണ്ട് നടന്നുപോയ സ്ഥലം? ഇവിടെ യുദ്ധം ചെയ്യാൻ വയ്യ. കൺട്രോൾ റൂമിൽ അറിയിച്ചു, എന്നെ ഒന്ന് തിരിച്ചു വിളിക്കണം. എനിക്ക് പറ്റുന്നില്ല. മറുപടി, നോ, റിക്വസ്റ്റ് സ്വീകരിക്കാൻ വയ്യ. പാലസ്തീനിയ നിങ്ങൾ പിടിക്കണം. ബ്രിട്ടീഷ് ജനറൽ അല്ലൻബിയുടെ മറുപടി, എനിക്ക് സമയം കൂടുതൽ തരൂ, ചോര ചൊരിയാതെ ഒഴിപ്പിക്കാൻ എന്നെ അനുവദിക്കണം. മറുപടി, മിസ്റ്റർ അല്ലൻബി, നിങ്ങൾ പ്രാർത്ഥന മനുഷ്യനെന്ന് എനിക്കറിയാം, പ്രാർത്ഥിച്ചിട്ട് വേണ്ടത് ചെയ്തുള്ളൂ. അദ്ദേഹം ആ ഒലിവുമലയുടെ മുകളിൽ മുഴങ്കാലിരുന്നു കൊണ്ട് പറഞ്ഞു, ഗുരു, വർഷങ്ങൾക്ക് മുമ്പ് നീ പാദമൂന്നി നിന്ന പ്രസംഗിച്ച ഇടത്താണ് ഈ ദുർബലൻ പാദമൂന്നി നിൽക്കുന്നത്, മുഴങ്കാൽ മടക്കിയിരിക്കുന്നത്. താമസമിനാ നിന്റെ പാവന പാദങ്ങൾ ഒരിക്കൽ കൂടി ഇവിടെ പതിയും. അന്ന് ഒലിവുമല രണ്ടായി പിളരും, ഒരു താഴ്വര സംജാതമാകും. ചരിത്രമുറങ്ങുന്ന പ്രവചനം ബെമ്പിക്കിടക്കുന്ന ഈ മണ്ണിലേക്ക് നീ വേഗം വരും. പക്ഷേ അന്ന് നീ മഹാരാജാവായി ആധിപത്യമേൽക്കുന്ന ഈ സ്ഥലത്തിന് നേരെ നിറയൊഴിക്കാൻ എനിക്ക് ആക്കം പോരാ. പകരം ഇവറ്റകളെ കൊടിയൊഴിപ്പിക്കാൻ എൻ്റെ മേലൊരു നിയോഗം നീ നൽകിത്തരണമേ. ആത്മാവിൽ ശക്തിപ്പെട്ടു. അല്ലൻബിയുടെ ഹെലികോപ്റ്റർ പാലസ്തീന് കുറുകെ പറന്നു. ആ ഹെലികോപ്റ്ററിൽ നിന്ന് ലഘുലേഖകൾ താഴേക്ക് വീണു. അതിലെഴുതി, മക്കളെ, നിങ്ങൾ കരയിലൂടെ നടന്നു പോകാൻ ശ്രമിക്കരുത്. കാരണം കര ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊട്ടിയടച്ചിരിക്കുന്നു. നീന്തിക്കടക്കരുത്, കടലും ഞാൻ നിൻ്റെ മുമ്പിൽ അടച്ചിരിക്കുന്നു.
പറന്നു പോകരുത്, ആകാശം എൻ്റെ നിയന്ത്രണത്തിലാണ്, ഒറ്റ വഴി കീഴടങ്ങുക എന്ന് അല്ലൻബി. ഏതായാലും പേടിച്ചുപോയ അറബികൾ കീഴടങ്ങി. ഒരു തുള്ളി ചോര ചൊരിയാതെ ആരെയും കൊല്ലാതെ ഈ നഗരം പിടിച്ചെടുക്കാൻ ഒരു സൈനിക മേധാവിക്ക് കഴിഞ്ഞത് പ്രാർത്ഥനയുടെ ശക്തിയാണ്. ഞാനിവിടിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഉദ്യോഗസ്ഥരെ കാണുന്നു. ഇവിടിക്കുന്ന കുഞ്ഞുങ്ങളിൽ നിർണായക മണ്ഡലങ്ങളിൽ പോയി ജോലി ചെയ്യുവാൻ വളരെ പ്രശ്നകലിതമായ മേഖലകളിൽ ജോലി ചെയ്യേണ്ടവരെ കാണുന്നു. കുഞ്ഞെ, പ്രാർത്ഥനയുടെ കരുത്താകണം ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും ഉചിത തീരുമാനമെടുക്കുവാൻ നിന്നെ പ്രേരിപ്പിക്കേണ്ടത്. പാവത്തിനെതിരെ, തിന്മയ്ക്കെതിരെ, തിരുവെഴുത്തിനെതിരെ, ഉയരുന്ന ശക്തികൾക്കെതിരെ നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കേണ്ടത്. അപ്പോഴൊക്കെ ക്രിസ്തുയേശുവിലെ ഭാവം നമ്മിലുണ്ടായിരിക്കട്ടെ. ഈ ചിന്ത ഇവിടിരിക്കുന്ന ഓരോ കുട്ടിയെയും ഭരിക്കട്ടെ. നമ്മൾ നിത്യത ചെല്ലുമ്പോൾ ഒരു കാര്യം അറിയാം. പ്രതിഫലം വിധിക്കുന്ന നാളിലെ 3000 പേരെ പിടിച്ചൊരു ചൂണ്ട പത്രോസിനുണ്ടായിരുന്നു. കർത്താവ് ഇതിനെല്ലാം ഓരോ പ്രതിഫലം കൊടുത്തു. 3000 ഒറ്റ രാത്രി ഇന്ന് മുക്കിയില്ലേ, ഇത് പിടിച്ചു. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ മനോഹരങ്ങളായ പ്രതിഫലം കൊണ്ട് ഇതിലേ പോകണമെന്നറിയാതെ പത്രോസ് ഇങ്ങനെ നിൽക്കുമ്പോൾ അന്ത്രോസിനെ വിളിച്ചു, ഇതിലും വലുതൊരെണ്ണം കൊടുത്തു. പത്രോസ് സ്വാഭാവികമായിട്ട് ചോദിച്ചു, ഇതന്നെ ഇത്രയും? 3000 പേരെ നീ പിടിച്ചു, അതിനുള്ള പ്രതിഫലം നിനക്ക് തന്നു. 3000 പിടിച്ച നിന്നെ ഇവനാ പിടിച്ചത്. ഇതൊരു ബോണസ് പോയിന്റ് ഇട്ടാൽ ഇവനങ്ങ് കയറും. ലോകത്തെവിടെ ക്രൈസ്തവൻ ഉണ്ടായി വന്നാലും ഒരു ബോണസ് പോയിന്റ് അന്ത്രോസിന് കിട്ടും. കാരണം ഒന്നാമൻ അവനാണ്. ഞങ്ങളുടെ വൈൽ കോളേജിലെടുത്ത് പയ്യനുണ്ടായിരുന്നു. അവനൊരു ദിവസം പ്രാർത്ഥിച്ചിട്ട് അടുത്ത ദിവസം എന്നോട് പറഞ്ഞു, എനിക്കല്ലേ വെളിപ്പാടൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തുവാണ്? ഉടനെ പറഞ്ഞു, ഈ ചെരുപ്പിടുന്നത് പാവം, പേസ്റ്റ് ഇട്ട് പല്ല് തേക്കുന്നത് പാവം, വില കൂടിയ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്നത് പാവം. ഇതെല്ലാം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിൻ്റെ ഈ കൃപ ഒരു ഭയങ്കര കൃപയാണ്. പക്ഷേ ഇതും കൊണ്ട് നീ ഇവിടെ താമസിക്കില്ല. കാരണം നിന്നെപ്പോലെ കൃപയില്ലാത്ത കുറേ പാവപ്പെട്ടവരുണ്ട്. നീ കുളിക്കാതെ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ കൃപയില്ലാത്തവൻ ഈ രാജ്യത്ത് ജീവിക്കണ്ടേ, പൊക്കോളാൻ പറഞ്ഞു. ചിലർക്ക് ആവേശം കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു എന്നൊരു പിടിയും കിട്ടത്തില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ട്, കണ്ടിട്ടില്ലേ? എന്തൊക്കെയാണ് ചെയ്യുന്നതിന് പിടിയില്ല. ഒരിക്കലും സഹോദരി അങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഇവർക്ക് അന്യഭാഷ കിട്ടി. ആദ്യം ഈ അന്യഭാഷ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ്, പറയാനൊന്നും പറ്റിയല്ല അതിൻ്റെ സന്തോഷം അല്ലേ. ഇവർക്ക് ഈ സന്തോഷത്തിൻ്റെ ആദിക്ക് അതിങ്ങനെ 1-2 ആഴ്ച അതിങ്ങനെ ആ സന്തോഷത്തിൽ പോവാം. അടുത്ത ആഴ്ച പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ഇതുപോലെ സന്തോഷം അനുഭവിച്ചിട്ടില്ല. സത്യം പറഞ്ഞു, ഈ ക്രിസ്തുവിനോടുള്ള സ്നേഹമൊക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് കർത്താവിനോടുള്ള ആ സ്നേഹത്തിൻ്റെ ഈ സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാം. മനസ്സിലായോ? ഈ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൽ ആ പിടി കാരണം എനിക്ക് ഈ ഭൂമിയെ ഞാൻ വെറുക്കുന്നു. എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? ഞാൻ ചാകാൻ പോവാം. ഇങ്ങനെ ചെയ്യരുത്. ആത്മഭാരം കൂടിയിട്ട് ആത്മഹത്യ ചെയ്യാനൊന്നും പോരുത്. ഇത്തരം കുറേ ആളുകളായിരുന്നു ഈ തെസ്സലോനിക്കയിലുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും ഇതൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ഇവരെടുത്ത് അടുത്ത ആഴ്ച കർത്താവ് വരുമെന്ന് പോയി സ്ഥലം വിറ്റു. നല്ലോല ഫുഡ് കഴിച്ചു. എന്നിട്ട് യോഗം നടത്തി ഇങ്ങനെ പോവാ. പണിക്കും പോകുന്നില്ല. എല്ലാവിധത്തിലും അവിടെ കാര്യാദികളെല്ലാം സ്തംഭിച്ചപ്പോൾ വെളിയുള്ള കുറേ സഹോദരിമാരുണ്ടായിരുന്നു. അവരപ്പോസ്തലനെ വിവരം അറിയിച്ചു, ഇവിടെ ജോലിക്കും പോകുന്നില്ല, എല്ലാം വിറ്റിട്ട് കുഞ്ഞുങ്ങളെയും പഠിക്കാൻ വിടുന്നില്ല. കാരണം ചോദിച്ചാൽ പറയാ, കർത്താവ് വരുമെന്ന്. കർത്താവ് വരുമെന്നുള്ളത് ഉത്തരവാദിത്തം ഇല്ലാതെ ജീവിക്കാനുള്ള ലൈസൻസാണോ? അല്ലല്ല. അപ്പോഴപ്പോസ്തലൻ അവരെ വാൺ ചെയ്ത് അറിയിക്കുന്നതാണ് 2 തെസ്സലോനിക്ക ലേഖനം. അപ്പോൾ പറഞ്ഞു, നമ്മൾ ഈ സ്പീഡ് കൂട്ടി കർത്താവ് പെട്ടെന്ന് വരുമെന്നും പറഞ്ഞ് ഉത്തരവാദിത്തം ഇല്ലാതെ ജീവിക്കരുത്. പ്രവചനങ്ങൾ ഇനി നിറവേറാനുണ്ട്, ജാഗ്രതയോടെ കാത്തിരിക്കണം, അധർമ്മമൂർത്തി നാശോഗ്യനുമായും വെളിപ്പെടണം. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് തിമോത്തിയോസിനോടും അവിടെ കാണാൻ വന്നവരോട് ചോദിച്ചു, നമ്മുടെ ഫിലിപ്പിയിലെ സഭയുണ്ടല്ലോ, അതെങ്ങനെ പോന്നു? ഫിലിപ്പിയിലെ സഭ മനസ്സിലായോ? ആരൊക്കെ അവിടെ ഉള്ളത്? പെട്ടീഷനും പ്ലീബിയനും ഡൂലോസും, നമ്മുടെ ലൂദിയയും കാരാഗൃഹ പ്രമാണിയും ഈ വെളിച്ചപ്പാടത്തിയായ സഹോദരി. ഈ വന്നവർ പറയാൻ തുടങ്ങി, എൻ്റെ പൊന്നു ഗുരു, പറയാതിരിക്കാൻ തരയില്ല, നമ്മുടെ ചർച്ചകളിൽ ഏറ്റവും ഡീസൻ്റായിട്ട് പോകുന്നൊരു സഭയാണ്. എന്താ കാര്യം? പൗലോസിന് ആകാംക്ഷ. അദ്ദേഹം പറയണേ, നമ്മുടെ ലുദിയിൽ നമ്മൾ ചെന്ന് കണ്ടപ്പോൾ ചെറിയൊരു ടെക്സ്റ്റൈൽസും
അത്യാവശ്യം ജീവനക്കാരും ഒക്കെ ആയിട്ട് തുടങ്ങിയൊരു സ്ഥാപനമില്ലേ, അതങ്ങ് ഡെവലപ്പായി. സ്റ്റാഫെല്ലാം വിശ്വാസികളാണ്. അവൾ ആ സഭയുടെ നെടുന്തൂണായി നിന്ന് ധനകാര്യ വിഷയങ്ങളിൽ മുഴുവൻ സഭയെ സഹായിക്കുന്ന, സഹായം ചെയ്യാൻ വരമുള്ളവളായിട്ടങ്ങ് വളർന്നു. നല്ലൊരു സഹോദരി, നല്ല ഭർത്താവ്, നല്ല കുടുംബം, സഭയുടെ കരുത്തവരാ. നമ്മളാ പണ്ട് കണ്ട ആ മന്ത്രവാദി സ്ത്രീയില്ലേ, അവളെയൊക്കെ കാണണം. പാണ്ഡവൾ മന്ത്രവാദിനിയായി നടന്ന് യജമാനന്മാർക്ക് ലാഭം വരുത്തിയെങ്കിൽ പിശാചുക്കൾ പിടിച്ചവർ, ദുരാത്മാവ് ബാധിച്ചവർ, ഭ്രാന്തന്മാർ, മാനസിക രോഗികൾ അവളുടെ അരികിൽ വരുമ്പോഴേ വിടുതല. കൃപാവരം കൊണ്ട് ദൈവം അവളെ അങ്ങ് ശക്തിപ്പെടുത്തി. അവൾ നോക്കിയാൽ മതി. അങ്ങനെയാ, മനസ്സിലായോ? അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി, ദൂരത്ത് ഭൂതം വിട്ടു. ഇവിടുന്ന് വണ്ടി കയറി എന്നറിഞ്ഞാൽ പേടിച്ചു. അത്ര കൃപകളാൽ നിറച്ചു. നമ്മുടെ ആ കൊമ്പമീശക്കാരൻ, ആ കാരാഗർ പ്രമാണി ഉണ്ടല്ലോ, ആൾ പഴയ പോലൊന്നുമല്ല, സൗമ്യൻ, ശാന്തൻ, സഭയുടെ അഡ്മിനിസ്ട്രേഷനൊക്കെ പുള്ളിയാണ്. വരവ് ചെലവ് കണക്ക്, സാധുക്കളായ മനുഷ്യരാര്, കൈത്താങ്ങൽ കൊടുക്കേണ്ടതാര്, എന്തൊരു ഐശ്വര്യമാണ് ആ സഭ. ഈ സഭയുടെ സന്തോഷം മനസ്സിലാക്കിയ പൗലോസ് ആ സന്തോഷ നിമിത്തം അവരെ പ്രേരിപ്പിച്ചെഴുതുന്ന വചനമാണ് ഫിലിപ്പി ലേഖനം. അതിലാണ് പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. മനസ്സിലായോ? ഇപ്പോൾ ഈ ലേഖന പശ്ചാത്തലം പിടിയിട്ട കാര്യം മനസ്സിലായോ? ഇനിയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ ആളുകളൊന്ന് ഓഫീസ് മാറിയിരുന്നു എന്ന് വിചാരിക്കുക. ഈ ലൂദിയ പറയാ, ഞാനേ ഈ കാശ് കൊടുത്താ ചർച്ചിതുപോലെ ഞാനിതങ്ങ് പിൻവലിക്കുക എന്ന് പറയാം. എന്നിട്ട് നാളെ മുതൽ ഞാൻ പ്രവചിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഈ മന്ത്രവാദിനി പറയാം, ഞാൻ എത്ര നാൾ ഇതുപോലൊക്കെ ജീവിച്ചു, ഇനി ഞാൻ കുറച്ച് നാൾ സഭയുടെ ലീഡറാകാൻ പോകാമെന്ന് വെച്ചാൽ അവൾ ആ ലീഡ് ചെയ്യേണ്ട സമയത്ത് അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കും. അവൾക്കറിയത്തില്ല, ആ വിളിയല്ല അവൾക്ക്. കാരാഗൃഹ പ്രമാണി ഭൂതത്തെ ഇറക്കാൻ പോയ സ്ഥിതി എന്താ? ഇവളിവിടുന്ന് ഇറങ്ങിയെന്നറിഞ്ഞാൽ ഭൂതം അവിടെ വിട്ടുപോകും. ഇയാൾ ഭൂതത്തെ ശാസിക്കാൻ പോയാൽ ഭൂതം പിടിച്ചവൻ ഇങ്ങോട്ട് വരുമെന്നറിഞ്ഞാൽ ഇയാൾ വിട്ടുപോകും, പേടി കാരണം. മനസ്സിലായില്ലേ? അലറിക്കൊണ്ടോടും. അപ്പോൾ ഇതിലാർക്കാ ഭൂതം എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ. ഓഫീസ് മാറിയിരിക്കരുത്. വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കണം. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ആദ്യം മനസ്സിലാക്കണം, അത് ചെയ്യണം, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അപ്പോൾ ചർച്ച ഡെവലപ്പാകും. ഇതിന് പൗലോസ് ഒരു ഉദാഹരണം, ഒരു റോൾ മോഡൽ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു. അത് നമ്മുടെ തീമാണ്. എന്താണത്? ക്രിസ്തുയേശുവിലെ ഭാവം നിങ്ങളിൽ ഉണ്ടാകണം. എന്താണ് ക്രിസ്തുയേശുവിലെ ഭാവം? എന്താണ് ക്രിസ്തുയേശുവിൽ കണ്ട ശ്രേഷ്ഠത? അതിലേക്കാണ് ഞാൻ വരുന്നത്. പ്രസംഗകരൊക്കെ ഈ പ്രസംഗത്തിനൊരു പഞ്ച് കിട്ടാൻ വേണ്ടി ആരംഭത്തിൽ പറയും, യേശു തേജസ് വാരി ചുറ്റി നമ്മുടെ കൂടെ ഉണ്ട്, ദൈവത്തിൻ്റെ ദൂതന്മാരിവിടെ നടക്കുന്നുണ്ട്. ഇത് കള്ളമൊന്നുമല്ല, നേരായിരിക്കും, കാരണം ദൈവസാന്നിധ്യം ഉണ്ടല്ലോ. പക്ഷേ നമ്മൾ കലണ്ടറിൽ കാണുന്നത് പോലെ ചിത്രം, ആ ചിത്രം പോലെ ചുറ്റും ഒരു മഞ്ഞ വലയം, ഒരു ഓറ, ഇതൊക്കെ വരച്ച രൂപത്തിലായിരുന്നുവോ യേശു പാലസ്തീനി നടന്നത്? തേജസ്സുള്ളൊരു മനുഷ്യനായിട്ട് ആണോ? അല്ല. ആരോ കാരുണ്യം കൊണ്ട് പിന്നെ അത് വരച്ചതാ ചിത്രകാരന്മാരാരാണ്ട്. അങ്ങനെയല്ല, എന്നെയും നിങ്ങളെയും പോലെയാണ് അവിടെ വസിച്ചത്. അതെന്താ തെളിവ്? യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന പടയാളിക്ക് സംശയം, യേശു ആരാ, ശിഷ്യനാരാ? അപ്പോഴാ യൂദ പറയുന്നത്, ഞാൻ ചുംബിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് അടയാളം. അല്ലെങ്കിൽ പറഞ്ഞാൽ പോരാ, തേജസ്സുള്ളൊരു മനുഷ്യനാണ്, നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോരാ. എന്നെയും നിങ്ങളെയും പോലെ ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കുന്ന യേശുവിനെ കണ്ടു. ആ മനുഷ്യനെ കണ്ടിട്ട് പരീശന്മാർ പറഞ്ഞു, ഇവൻ തച്ചൻ്റെ മകനല്ലയോ? സദൂക്യർ പറഞ്ഞു, അവന് ശാസ്ത്രം അറിയില്ല. അവനെ പരിഹസിച്ചൊപ്പം നിന്ന പത്രോസിനോട് ചോദിച്ചു, നീ ആ ഗലീലിയനൊപ്പം ജീവിച്ചവനല്ലേ? ചിലർ പറഞ്ഞു, നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ട്. പരിഹാസങ്ങളും വിമർശനങ്ങളും യേശു ഇങ്ങനെ കേട്ടു. എനിക്ക് ജീവിതത്തിലേറെ സന്തോഷമുള്ള
കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു അപ്പോസ്തലനുണ്ട്. ആ 12 അപ്പോസ്തലന്മാരിൽ എനിക്കേറെ ഇഷ്ടം നിങ്ങൾക്ക് അത്ര പരിചയമല്ലാത്ത അന്ത്രയോസിനെയാണ്. സെൻറ്റ് ആൻഡ്രൂ. വാട്ട്സ് എ റീസൺ പറയാം. യേശുവിൻ്റെ ആദ്യത്തെ ശിഷ്യനാണ് അന്ത്രയോസ്. അറിയോ? ആദ്യത്തെ ശിഷ്യൻ. അന്ത്രയോസിൻ്റെ ബ്രദറാണ് പത്രോസ്, അനുജന. ഈ പേരാദ്യം വരുന്നു അന്ത്രയോസിൻ്റെ, പിന്നെ ആ പത്രോസിൻ്റെ. അതുകൊണ്ട് ആ ജ്യേഷ്ഠനാന്ന് പറയുന്നത്. അന്ത്രയോസ് യേശുവിനെ അറിയുന്നതിന് മുമ്പ് യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യനാണ്. അപ്പോൾ സ്നാപകൻ ഒരു ദിവസം പ്രസംഗിച്ചു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഈ പ്രസംഗം പറഞ്ഞ് യേശുവിലേക്ക് ചൂണ്ടുമ്പോൾ ആദ്യം അതിലേക്ക് കാലെടുത്ത് വച്ച് യേശുവിനെ അനുഗമിക്കാൻ ഇറങ്ങിയവൻ്റെ പേരാണ് അന്ത്രയോസ്. അന്ത്രയോസ് സഭയുടെ അധ്യക്ഷനായില്ല. 12 അപ്പോസ്തലന്മാരിൽ ഒരു 3 പേരെ യേശു തിരഞ്ഞെടുത്തു. പത്രോസ്, യോഹന്നാൻ, യാക്കോബ് ആ ഗാങ്ങിനകത്ത് പെട്ടില്ല. സുവിശേഷം എഴുതിയ 4 പേരുണ്ട്, ആ കൂടെ അന്ത്രയോസ് ഇല്ല. അന്ത്രയോസ് ഒരു ലേഖനം എഴുതിയിട്ടില്ല. അന്ത്രയോസ് ഒരു പ്രസംഗം പറഞ്ഞ് നമ്മൾ കണ്ടില്ല. ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ സംതൃപ്തി എന്താ? ഇതൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമൂഹം ക്രൈസ്തവരാണ്. കോടിക്കണക്കിന് ക്രൈസ്തവർ പല രൂപത്തിൽ പല പേരിൽ ലോകത്തിൻ്റെ 5 വൻകരകളിലുണ്ട്. നാം എല്ലാവരും ചേർന്ന് അണിയണിയായി ലോകം മുഴുവൻ ഇറയത്തക്ക വിധം നിന്നാൽ എത്ര വലിയൊരു സമൂഹമാണ്. പക്ഷേ ഇതിൻ്റെ ആദ്യ തുടക്കക്കാരൻ, ഒന്നാമത്തെ ക്രൈസ്തവൻ ഒരു അന്ത്രയോസാണ്. അന്ത്രയോസ് യേശുവിനെ സ്വീകരിക്കുന്ന കാലത്തൊരു പ്രത്യേകത ഉണ്ട്. ഞാനും നിങ്ങളും യേശുവിനെ സ്വീകരിക്കാൻ ഒരു കാരണമുണ്ട്. നിങ്ങളുടെ രോഗം മാറിയിട്ടുണ്ട്, വീട്ടിലെ പൈശാചിക ബന്ധനം അകന്നു പോയിട്ടുണ്ട്, യേശു മറ്റൊരാൾക്ക് ചെയ്യുന്ന അത്ഭുതം നേരിൽ കണ്ടിട്ടുണ്ട്. യേശു എന്ന വ്യക്തിത്വത്തെ അടുത്തറിഞ്ഞ 100 കാരണങ്ങളാലാണ് നിങ്ങളും ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ അന്ത്രയോസ് യേശുവിനെ സ്വീകരിക്കുന്ന കാലത്ത് യേശു കടലിൻ മീതെ നടന്നിട്ടില്ല, 5 അപ്പം 5000 കൊടുത്തിട്ടില്ല, യേശു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയിട്ടില്ല, എന്ന് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയിട്ടില്ല, ലാസറിനെ ഉയർപ്പിച്ചിട്ടില്ല, നയീനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചിട്ടില്ല. അപ്പോൾ കടലിൻ മീതെ നടക്കാത്ത, 5 അപ്പം 5000 കൊടുക്കാത്ത, വിധവയുടെ മകനെ ഉയർപ്പിക്കാത്ത, രോഗികളെ സൗഖ്യമാക്കാത്ത ഒരുവനെ കണ്ടിട്ട് ഇവൻ എൻ്റെ രക്ഷിതാവെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ യേശുവിൻ്റെ മഹത്വം തിരിച്ചറിയുന്ന ആന്തരികമായൊരു വെളിപ്പാടിൻ്റെ ജ്വലനം ആ ഹൃദയത്തിൽ ദൈവം കൊടുത്തു. ആ കാഴ്ചയാണ് ഈ സാധു മനുഷ്യന് ചങ്കുറപ്പോടെ യേശുവിനെ അനുഗമിക്കുവാൻ കാരണമായി തീർന്നത്. അത്ഭുതം ചെയ്തവനെ കാണാൻ 1000 കൂടി. അപ്പം ഭക്ഷിക്കുന്നത് കണ്ട് 10000 പിന്നാലെ വന്നു. പക്ഷേ ഇതൊന്നും ചെയ്തിട്ടില്ലാത്ത യേശുവിനെ കണ്ടിട്ട് ഈ അന്ത്രയോസ് വീട്ടിലേക്ക് വന്നു. അപ്പോൾ യഹൂദ റബിമാർ പുസ്തകമൊക്കെ ചുരുട്ടി വെച്ച് നിവർത്തി വെച്ചിട്ട് ന്യായപ്രമാണത്തിൽ പറയുന്ന ഈ യേശു എവിടെ ജനിക്കും, എങ്ങനെയുള്ള ആൾ മശിഹ വരുന്നത് എവിടെയെന്ന് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുക പണ്ഡിതന്മാർ. അപ്പോഴാ പണ്ഡിതനല്ലാത്ത ബേസൈദ കടലിലെ മത്സ്യം പിടിച്ച് ഉപജീവനം കഴിക്കുന്ന ഈ മനുഷ്യൻ വീട്ടിൽ ചെല്ലുമ്പോൾ വലയോടും പടകിനോടും കലഹിക്കുന്ന, പിറുപിറുക്കുന്ന, ക്ഷുഭിതനാകുന്ന പത്രോസിനെ കണ്ടിട്ട് വിളിച്ചു, മോനിഞ്ഞു വാ. ചേട്ടൻ്റെ അരികിലേക്ക് അനുജൻ വന്നു. ചേട്ടൻ്റെ മുഖത്തെ സന്തോഷമൊക്കെ കണ്ടു. അനുജനോട് ചേട്ടൻ പറഞ്ഞു, മോനെ, ചേട്ടൻ ഒരനുഭവം കൊണ്ടായിരുന്നു വന്നേ. എന്താ അത്? ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നവനെ ഞാൻ കണ്ടെത്തി. സംശയമില്ലാത്തൊരു കണ്ടെത്തൽ, ഞാനവനെ കണ്ടെത്തി. ആരെയാ കണ്ടതെന്നറിയണ്ടേ? ഒരു ദുർബല മനുഷ്യനെ കണ്ട്, നേരെ നിൽക്കാൻ ത്രാണിയില്ലാത്തൊരു മനുഷ്യനെ കണ്ട്, അത്ഭുതം അതുവരെ ചെയ്തിട്ടില്ലാത്തവനെ കണ്ട്, കടൽ മീതെ നടക്കുന്നവനെ, ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ലാത്തവനെ കണ്ടിട്ട് പറയുക, ഞാൻ എൻ്റെ രക്ഷിതാവിനെ കണ്ടു, ഞാൻ മസിയെ കണ്ടു, വരൂ, നിനക്കും അവനെ കാണാം. പത്രോസും വന്നു. പത്രോസിന് യേശുവിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. നോക്കി നിൽക്ക പത്രോസ് അന്ത്രയോസിൻ്റെ മുമ്പിൽ കൂടെ കുതിച്ച് ഗ്രാഫങ്ങ് കയറുകയാണ്. എല്ലാവർക്കും പത്രോസിനെ മനസ്സിലായി. തൻ്റെ മുമ്പിലൂടെ അനുജൻ വളരുന്ന കാഴ്ച കണ്ടപ്പോൾ ഒരു കോംപ്ലക്സും ചേട്ടന് തോന്നിയില്ല.
എന്താ കാര്യം എന്നറിയണ്ടേ? അന്ത്രയോസിനറിയാം, എന്നെ 3 പേരിൽ ഒരുവനാക്കിയില്ല, എന്നെ അധ്യക്ഷനാക്കിയില്ല, ഈ പരിഭവമൊന്നുമില്ല. കാരണം തൻ്റെ ഇഷ്ടം ഇതൊന്നുമല്ല. അധ്യക്ഷനാകുന്നതിനേക്കാൾ 3 ഒരുവനാകുന്നതിനേക്കാൾ വലുത് യേശുവിനെ മുൻകൂട്ടി അറിഞ്ഞ പദവിയാണ്. അധ്യക്ഷ സ്ഥാനം ഒരു ദിവസം തെറിച്ചേക്കാം, 3 ഒരുവനെന്നുള്ള സ്ഥാനം പോകാം. പക്ഷെ ആദ്യം യേശുവിനെ കണ്ടതെന്നുള്ള സ്ഥാനം തെറിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. സേഫ് അതെൻ്റെ മേഖല. ശരിയാണോ? ശരിയാണോ? ആ മനുഷ്യനിൽ ഒരു ക്രിസ്തു ഭാവം ഞാൻ കാണിച്ചു തരാം. അദ്ദേഹത്തെ നിർണായകങ്ങളായ 3 സമയത്ത് ബൈബിളിൽ കാണുന്നുണ്ട് അന്ത്രയോസിനെ. ഒന്ന്, അന്ത്രയോസ് പത്രോസിനെ കൊണ്ട് യേശുവിൻ്റെ അടുത്ത് കൊടുത്തു. ഇവൻ പ്രയോജനപ്പെടും, എടുത്തോളാൻ പറഞ്ഞു. 5 അപ്പവും 2 മീനുമായി വന്ന ഒരു ബാലനെ കിട്ടി, അവനെ കൊണ്ട് യേശുവിൻ്റെ അടുത്ത് കൊടുത്തു. ഇവൻ്റെ കയ്യിൽ 5 അപ്പവും ഉണ്ട്, 2 മീനും ഉണ്ടെന്ന്. അവനെ യൂട്ടിലൈസ് ചെയ്യും, അവൻ്റെ പോസിബിലിറ്റിയും മൊത്തം ഉപയോഗിക്കണമെന്ന് പറഞ്ഞു, കൊണ്ടു കൊടുത്തു. ഒരുവട്ടം ശമര്യർക്ക് ദൈവവചനം ഒന്ന് കേട്ടാൽ കൊള്ളാം. അന്ത്രയോസ് അവരെ വിളിച്ചുകൊണ്ട് പത്രോസിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തേച്ച് പറഞ്ഞു, പ്രസംഗിക്കാൻ പറഞ്ഞു. പത്രോസ് പ്രസംഗിച്ചു. ശമര്യരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവിടെ സ്നാനം നടന്നു. എന്താ മനസ്സിലായി? അദ്ദേഹത്തിനൊരു കഴിവുണ്ടായിരുന്നു, ജനത്തെ യേശുവിങ്കിലേക്ക് കൊണ്ടുവരിക. അതും കഴിവുണ്ട് എന്ന് തോന്നുന്നവനെ, ദൈവത്തിന് വേണമെന്ന് തോന്നുന്നവനെ കൊണ്ടുവരിക. ഒരു കാര്യം കണ്ടോ? ഈ ശമര്യർക്ക് ദൈവവചനം കേൾക്കണമെന്ന് വെച്ചു. അവർ പത്രോസിൻ്റെ അടുത്തോട്ട് പോവാണ്. ഞാനോ നിങ്ങൾ അന്ത്രയോസിൻ്റെ സ്ഥാനത്തെങ്കിൽ ശമര്യർ അങ്ങോട്ട് പോകുന്നുണ്ട് ചൊറയും, ഇതിലെ വാ, ഇനി വന്നേ, എവിടെ പോവാ സുവിശേഷം കേൾക്കാൻ? എവിടെ? പത്രോസിൻ്റെ അടുത്ത്. ഈ പത്രോസ് ആരാന്നറിയോ? ഇല്ല, എൻ്റെ അനിയനാ. ഞാൻ അവനെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞ ശേഷം അവൻ ഈ സുവിശേഷം എന്താണെന്ന് കേട്ടെ. നിങ്ങൾ എന്നെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്കണം. ഇവൻ ഇന്നലെ ഇങ്ങോട്ട് വന്നവനാ, അവനിപ്പോൾ എന്നെ അറിയത്തില്ല. ഞാനാ അവനെ കൊണ്ടുവന്നു. നിങ്ങൾക്ക് സുവിശേഷം കേൾക്കണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അന്ത്രയോസിനറിയാം, എനിക്കതിനുള്ളൊരു പാഠമൊന്നുമില്ല. പത്രോസിൻ്റെ മീതെ ഒരു അഭിഷേകമുണ്ട്, അതാ അതിന് നല്ലത്. അങ്ങ് പ്രസംഗിക്കുക. ഇതിൻ്റെയൊക്കെ വ്യത്യാസം അറിയണമെങ്കിൽ നമ്മൾ നിത്യത ചെല്ലുമ്പോൾ ഒരു കാര്യം അറിയാം. പ്രതിഫലം വിധിക്കുന്ന നാളിൽ 3000 പേരെ പിടിച്ചൊരു ചൂണ്ട പത്രോസിനുണ്ടായിരുന്നു. കർത്താവ് ഇതിനെല്ലാം ഓരോ പ്രതിഫലം കൊടുത്തു. 3000 ഒറ്റ രാത്രി ഇന്ന് മുക്കിയില്ലേ, ഇത് പിടിച്ചു. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ മനോഹരങ്ങളായ പ്രതിഫലം കൊണ്ട് ഇതിലേ പോകണമെന്നറിയാതെ പത്രോസ് ഇങ്ങനെ നിൽക്കുമ്പോൾ അന്ത്രയോസിനെ വിളിച്ചു, ഇതിലും വലുതൊരെണ്ണം കൊടുത്തു. പത്രോസ് സ്വാഭാവികമായിട്ട് ചോദിച്ചു, ഇതന്നെ ഇത്രേ? 3000 പേരെ നീ പിടിച്ചു, അതിനുള്ള പ്രതിഫലം നിനക്ക് തന്നു. 3000 പിടിച്ച നിന്നെ ഇവനാ പിടിച്ചത്. ഇതൊരു ബോണസ് പോയിന്റ് ഇട്ടാൽ ഇവനങ്ങ് കയറും. ലോകത്തെവിടെ ക്രൈസ്തവൻ ഉണ്ടായി വന്നാലും ഒരു ബോണസ് പോയിന്റ് അന്ത്രയോസിന് കിട്ടും. കാരണം ഒന്നാമൻ അവനാണ്, ഫസ്റ്റ് വൺ അവനാണ്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും തൻ്റെ ആ വലിപ്പം എവിടെയും പറയാതെ സൗമ്യതയോട് ഒതുങ്ങി നിൽക്കുന്ന ക്രിസ്തുയേശുവിലെ ഭാവം നമ്മൾക്ക് അന്ത്രയോസിൽ കാണാം. ഇതുപോലെ ക്രിസ്തുയേശുവിലെ ഭാവം എന്താ? ഫിലിപ്പി ലേഖനം 2:4 മുതൽ പറയുക, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം നോക്കണം. ക്രിസ്തുയേശുവിനെ കുറിച്ച് പറയുക, അവൻ ദൈവരൂപത്തിലിരിക്കെ. ആദ്യം മനസ്സിലാക്കിയോ, ബേത്ലഹേമിലെ ജനനം മുതലല്ല കർത്താവായ യേശു ഉള്ളത്. ബേത്ലഹേമിലെ ജനനത്തെക്കാൾ 1000 വർഷം മുമ്പ് യേശു ഉണ്ടായിരുന്നോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുണ്ട്. 1000 അല്ല, 10000 വർഷം മുമ്പ് യേശു ഉണ്ടായിരുന്നു. 10000 അല്ല, സഹസ്ര കോടി വർഷങ്ങൾക്കപ്പുറത്ത് യേശു ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ യേശു കർത്താവ് ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. സ്വർഗീയ മഹിമയിൽ പിതാവിനോടൊപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകസത്യദൈവത്തിൻ്റെ നിറവ് അങ്ങനെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി പോലെ പാപത്തിൽ അധപ്പതിക്കപ്പെട്ട മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു വന്നു. അതാ പുത്രനായ യേശു ക്രിസ്തു. താഴേക്കിറങ്ങാൻ ആ രംഗം ഒന്ന് വിശദീകരിച്ച് ഞാൻ നിർത്തിക്കൊള്ളാം. എന്നിട്ട് നിങ്ങൾക്ക് ചർച്ചയ്ക്ക് അവസരം തരണമെന്നാണ്. ശ്രദ്ധിക്കണേ.
സൗരങ്ങളെ, ഹോളി ട്രിനിറ്റി നമ്മൾ പഠിക്കുന്നവരാണ്. വാസ്തവത്തിൽ ഈ ട്രിനിറ്റി അത് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ട്രിയൂണിറ്റി അഥവാ ട്രിനിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ മാർമിക സത്യമാണ് ബൈബിളിലെ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്നേ അതിനർത്ഥമുള്ളൂ. അപ്പോൾ ഈ ദൈവം എന്നാൽ എന്ത്, ആരാണ് ദൈവം, എന്താണ് ദൈവം? ഒരു നിർവചനം പറഞ്ഞാൽ പറ്റുമോ? യു പ്ലീസ് ഡിഫൈൻ വാട്ട് ഇസ് ഗോഡ്, ടേം ഗോഡ്, അതൊന്ന് ഡിഫൈൻ ചെയ്യാം. നമുക്ക് കുറേ ഗുണങ്ങൾ പറയാനേ പറ്റൂ, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി എന്നൊക്കെ. പക്ഷെ ഒരു പേര് ദൈവത്തിന് പറ്റും, പരമാധികാരി, ദ അൾട്ടിമേറ്റ് ഓണർ, സകലത്തിൻ്റെ കാരണഭൂതൻ എന്നൊക്കെ പറയാം. പക്ഷെ ദൈവത്തിനൊരു നല്ല നിർവചനം ബൈബിളിലുണ്ട്, തരക്കേടില്ലാത്തൊരു നിർവചനം. അത് ദൈവം സ്നേഹം തന്നെ എന്നാണ്. ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹം തന്നെ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, സ്നേഹം ഇറ്റേണലാണ്. നിത്യസ്നേഹത്താൽ അവൻ നമ്മെ സ്നേഹിച്ചു. നിത്യസ്നേഹം അല്ലേ? ദൈവം ആരെയാണ് സ്നേഹിച്ചത്? പറ. അപ്പോൾ ലോകത്തെയാണ് ദൈവം സ്നേഹിച്ചു തുടങ്ങിയെങ്കിൽ സ്നേഹത്തിന് തുടക്കമുണ്ട്. കാരണം സ്നേഹം നിത്യമല്ലെന്ന് വരുന്നു. ലോകം സൃഷ്ടിച്ച ശേഷമല്ല സ്നേഹിക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ദൂതന്മാരെയാണോ? അവർക്ക് തുടക്കമുണ്ട്. മനുഷ്യനെയാണോ? അല്ല, തുടക്കമുണ്ട്. അതെങ്ങനെ ശരിയാണ്? അത് ട്രിനിറ്റേറിയന്മാർക്ക് മാത്രമേ വിശദീകരിക്കാൻ പറ്റൂ. കാരണം ക്രൈസ്തവൻ്റെ വിശ്വാസപ്രകാരം ഒരു ദൈവം, ആ ദൈവത്തിൽ 3 വ്യക്തിത്വങ്ങൾ നിലകൊള്ളുന്നു: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ് പുത്രനെ സ്നേഹിച്ചു, പുത്രൻ പിതാവിനെ സ്നേഹിച്ചു, അവർ ഇരുവരും പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ ആ എസൻസ് തന്നെ സ്നേഹമായി. ആ സ്നേഹത്തിൻ്റെ തീവ്രതയിൽ ദൈവം ദൈവ കുടുംബം എന്ന ആശയത്തിൽ പൗരാണിക നിത്യതയിൽ തുടരും ആ കാലം. ഇങ്ങനെ ദൂതഗണങ്ങളുണ്ടായി. അവയെ ആരാധിക്കുമ്പോൾ പിതാവിനെ വിളിക്കും പരിശുദ്ധൻ, പുത്രനെ വിളിക്കും പരിശുദ്ധൻ, പരിശുദ്ധാത്മാവിനെ വിളിക്കും പരിശുദ്ധൻ. അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്. പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആവർത്തിച്ച് പറയല്ല, ഒരു സംഗീതം പോലെ 3 തവണ പറഞ്ഞിട്ട് വീണ്ടും അത് അതേ രൂപത്തിൽ പറയുന്നു. ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി ഗോസ്റ്റ്. ഹോളി ഹോളി ഹോളി, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവ ആർപ്പിടുകയാണ്. ഈ രംഗം കണ്ടപ്പോൾ പിതാവിന് മഹത്വം കൊടുക്കുന്ന ദൂതഗണങ്ങളുടെ മഹത്വത്തിൽ പുകഴ്ചയിൽ പുത്രന് മഹത്വം കൊടുക്കുന്ന ഇടത്ത് ദൂതഗണങ്ങളിൽ ഒരു പറ്റം ശ്രദ്ധിച്ചു. ഈ മഹത്വത്തിൻ്റെ വിന്യാസം, അതിങ്ങനെ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ തേജസാർന്ന സാന്നിധ്യം കണ്ടിട്ട് ഒരു ദൂതന് തോന്നി, ഞാൻ ദൈവത്തോട് സമനാകും. ദാണ്ടിതുപോലെ ഇതിട്ട് എൻ്റെ സിംഹാസനം അത്യുന്നതൻ്റെ സിംഹാസനത്തിൻ്റെ മീതെ വയ്ക്കും. ആക്ച്വലി പാപം എറൈസ് ചെയ്യുന്ന ഇവിടെയാണ്. പാപം എന്ന് പറഞ്ഞൊരു വസ്തുവല്ല. ചില ഈ പാപം സ്വർഗത്തിൽ എങ്ങനെ കയറിയെന്നൊരു ചോദ്യം ഇന്നലെ ഞാൻ കൊടുത്തു. പാപം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കനമുള്ള സാധനം എടുത്തു വെക്കല്ല, ലോ ബ്രേക്ക് ചെയ്യുന്നതാണ് പാപം. ലോ ബ്രേക്ക് ചെയ്തു. ഈ ലോ ബ്രേക്ക് ചെയ്തത് ആരാ? പിശാച്. അവൻ പിശാച് ആവുകയാണ് ചെയ്തപ്പോൾ ഇതിൻ്റെ പ്രതിക്രിയ എന്താണെന്ന് അറിയണ്ടേ? ഞാൻ സ്വർഗത്തിൽ കയറും, ദൂതൻ പറഞ്ഞു. ഒരു ഫോളൻ ഏഞ്ചൽ പറയുക, അദ്ദേഹം സ്വർഗത്തിൽ കയറും. പിൽക്കാലത്താണ് വീഴുന്നത്. ഞാൻ സ്വർഗത്തിൽ കയറും. ക്ഷണത്തിൽ ഒരുവൻ്റെ സമീപനം കണ്ടു. ഇവൻ്റെ ഈ അഹന്തയ്ക്കൊരു തിരിച്ചടിയുണ്ട്. അതിന് ദൈവപുത്രൻ ഒരു മറുവഴിയാണ് നിർദ്ദേശിക്കുന്നത്. ഞാൻ താഴേക്കിറങ്ങും. പിശാച് പറഞ്ഞു, ഞാൻ മുകളിലേക്ക് കയറും.
എൻ്റെ സിംഹാസനം അവിടെ വെക്കും. അപ്പോൾ സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രൻ പറഞ്ഞു, പിതാവേ, നിന്റെ അരികിലെ മഹത്വം ഉപേക്ഷിച്ചിട്ട് ഞാനിതാ ദാസ്യരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങാൻ ക്രൂശിലെ മരണത്തോളം നിന്നോട് ഏകീകരിക്കാൻ ഇതാ താഴേക്ക് 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 ഇറങ്ങുന്നു. ആ ഇറക്കം തൻ്റെ സൃഷ്ടിയായ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ ഒരു ശിശുരൂപം പൂണ്ട് ജനിക്കത്തക്ക വിധം ക്രിസ്തു കാണിച്ച ഈ താഴ്മയുടെയും സൗമ്യതയുടെയും മഹത്വമാണ്. ഈ പിൽക്കാലത്ത് ഈശന്മാർ കണ്ടിട്ട് പറയാ, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ. ഈ ഗുരു മാത്രമേ ശിഷ്യൻ്റെ പാദം കഴുകിയിട്ടുള്ളൂ. ഈ ഗുരു മാത്രമേ സ്വന്തം ശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെടുമ്പോൾ ക്ഷുഭിതനാകാതിരുന്നിട്ടുള്ളൂ. ഈ ഗുരു മാത്രമേ ശിഷ്യൻ അങ്ങോട്ട് പണം കൊടുത്തും അങ്ങോട്ട് പരിഗണന കൊടുത്തും ശിഷ്യൻ്റെ നികുതിപ്പണമടച്ചും കരുണ കാട്ടിയിട്ടുള്ളൂ. അവിടുന്നാണ് സകലവും തികഞ്ഞ ഗുരു. അവിടുന്നാണ് സകലവും തികഞ്ഞ മനുഷ്യത്വം. ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ അന്തർലീനമായിരിക്കുന്ന സമ്പൂർണ്ണ ഭാവം ആ ഗുരുവിലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ. അതുകൊണ്ട് ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ വിട്ടേക്കാം. കർത്താവിനെ വിളിക്കുന്ന, സാധാരണ വിളിക്കുന്നൊരു പേരാണ് ദൈവപുത്രൻ. അങ്ങനെയല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. ദൈവപുത്രനെന്ന് നമ്മളൊക്കെ യേശുവിനെ വിളിക്കുമ്പോൾ യേശു ഒന്നോ രണ്ടോ എടുത്ത് ദൈവപുത്രൻ എന്ന് തന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യേശു എല്ലായ്പ്പോഴും പറയാൻ ഇഷ്ടപ്പെടുന്നൊരു പേര് മനുഷ്യപുത്രൻ എന്നാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ തന്നെക്കുറിച്ച് എപ്പോഴും യേശു എന്ത് പറയും? മനുഷ്യപുത്രൻ. ഇതെന്തിനാ ഇങ്ങനെ യേശു മാറ്റി പറയുന്നത്? ദൈവപുത്രൻ അല്ലേ, പിന്നെ എന്തിനാ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത്? ഇപ്പം മനുഷ്യനായി, പക്ഷേ ഈ മനുഷ്യപുത്രൻ എന്ന് കൂടുതൽ പറഞ്ഞത് എന്തിനാ? പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. ക്രിസ്തുയേശുവിലെ ഭാവം. യേശു കർത്താവിന് ദൈവപുത്രൻ എന്ന പേരുണ്ട്. അവിടുന്ന് ദൈവമാണ്, അവിടുന്ന് സമ്പൂർണ്ണ മനുഷ്യനാണ്. മനുഷ്യത്വം, ദൈവത്വം, ദാസ്യത്വം, അപ്പോസ്തലത്വം, പ്രവാചകത്വം ഇതെല്ലാം യേശുവിലുണ്ട്. ഇതിൽ യേശു ഏറ്റവും എൻജോയ് ചെയ്തത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് പേരാന്നറിയണ്ടേ? മനുഷ്യപുത്രൻ. ഭയങ്കര ഇഷ്ടമാണ് ആ പേരിൽ അറിയപ്പെടാൻ. ആ കാരണത്തിലേക്ക് ഒന്ന് വരിക. ശ്രദ്ധിക്കണേ. തകർന്നുപോയ പിശാച്, ഫോളൻ ഏഞ്ചൽ, അവയ്ക്ക് ന്യായവിധി ഉണ്ടെന്ന് അവയ്ക്കറിയാം. ഈ പിശാച് യേശുവിൻ്റെ ദൈവത്വത്തെക്കാൾ ഭയപ്പെട്ടത് യേശുവിൻ്റെ മനുഷ്യത്വത്തെയാണ്. മനസ്സിലായില്ല ഞാൻ പറഞ്ഞു? ദൈവമായ ക്രിസ്തുവിനേക്കാൾ പിശാചിൻ്റെ പേടി മനുഷ്യനായ ക്രിസ്തുവിനെയാണ്. പിടികിട്ടിയോ? ഞാൻ പറഞ്ഞാൽ മനസ്സിലായി? ഉള്ളടക്കം പിടിയിട്ടില്ല. എന്തുകൊണ്ടെന്ന് മനസ്സിലാകുന്നില്ല അല്ലേ? പറയാം. ഈ കൂടെ ഒരു കൊടും കുറ്റവാളി ഇരിക്കുന്നു എന്ന് കരുതുക. അങ്ങനെ ആരും ഇല്ല, ഇവിടെ നല്ല മനുഷ്യരാണുള്ളത്. ഒരു ഭീകരൻ, അയാൾ ഭീകരനാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി വന്ന് നേരത്തെ രജിസ്ട്രേഷനൊക്കെ നടത്തി. വളരെ ആത്മീയനായിട്ട് നമ്മളോട് കൂടി കണ്ടുപിടിക്കാനും നമുക്ക് പറ്റിയില്ല. ആത്മാർത്ഥമായിട്ട് നമ്മളോട് ഇരിക്കുക. ഏതാണ്ടെല്ലാം കൊള്ളയും കൊള്ളിയപ്പം നടത്തി നമ്മുടെ ഇടയിൽ ഇങ്ങനെ പതുങ്ങിക്കഴിയുക. ഇയാൾ ബിരുദനാണ്. പോലീസ് വണ്ടി കണ്ട ആൾ മാറും. ഇവിടെ ഒരു പോലീസുകാരൻ വന്നാൽ പുള്ളിക്ക് പിടികിട്ടും, ആൾ മാറും. പോലീസിനെ തട്ടിക്കാൻ ഇവനോടായിരിക്കും വന്നിട്ട് ചോദിക്കുന്നത്, ഇന്ന ആളിനെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയും, അവനിപ്പോൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ, അവിടെ നിന്ന് ചോറ് വാങ്ങുന്നുണ്ട്, ഞാൻ ഇപ്പോൾ കൂട്ടിക്കൊണ്ട് സാഹചര്യപ്പെട്ടിരിക്കാൻ പറഞ്ഞ് ഇയാൾ അടുത്ത വഴി പോകും. പഠിച്ച കള്ളനെ പൂട്ടാൻ പോലീസിന് പറ്റില്ല. വലിയ പാടാ, ഭയങ്കര പ്രയാസമാണ്. അങ്ങനെയാണ്. ഇവനെ പിടിച്ചേ പറ്റുമെന്ന് വന്നാൽ ഒരുവനങ്ങ് തീരുമാനിച്ചു. SP പറഞ്ഞ് ഇന്ന് ഇവനെ പൊക്കാൻ ആർക്ക് സാധിക്കും? അവനൊരു പ്രൊമോഷൻ കൊടുക്കാൻ പോവാം. 10-40 കേസിൽ അവൻ പ്രതിയാണ്. ഇവനെ പൊക്കിയാൽ നിനക്കിന്ന് പ്രൊമോഷനാണ്. IG പറഞ്ഞു. പോലീസുകാരൻ പൊക്കിയേ പറ്റൂന്ന് വന്നപ്പോൾ പുള്ളി പോയിട്ട് അടുത്ത സ്ഥലത്ത് ബാർബർ ഷോപ്പിൽ പോയി മീശയൊക്കെ എടുത്ത് കളഞ്ഞ് കൗണ്ടറിൽ പോയി നല്ലൊരു ബൈബിളൊക്കെ മേടിച്ച് ഇതുപോലെ ഇവിടെ വന്നു. അന്യഭാഷ പറഞ്ഞു, പാട്ട് പാടുന്നു, നമ്മളെക്കാൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ചാടുന്നു. പക്ഷേ പുള്ളിയുടെ ലക്ഷ്യം എന്താണെന്നറിയോ? ഇവിടെ എനിക്ക് വഴി കണ്ണിങ്ങനെ പോകും, ഈ കള്ള ലക്ഷണമുള്ളവരെ നോക്കും, ആമിതമായി കല്ലേലിയ പറയുന്നവരെ നോക്കും. ഇതിങ്ങനെ നോക്കി 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 കുറേ കഴിഞ്ഞപ്പോൾ ഇവന് പിടികിട്ടി, ഈ ആൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനൊരു സംശയം, ഈ നിൽക്കുന്ന ആൾ വാസ്തവത്തിൽ പാസ്റ്ററാണോ, എന്നെ തന്നെ നോക്കാൻ കാരണം എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ചുരുക്കി പറഞ്ഞാൽ
യൂണിഫോം ഇട്ട് വരുന്ന പോലീസിനേക്കാൾ അപകടകാരിയാണ് വേഷം മാറി വരുന്ന പോലീസ്. അവൻ അറസ്റ്റ് ചെയ്തിട്ടേ പോവുള്ളൂ. മനസ്സിലായോ? ഒന്നുകൂടെ വ്യക്തമാക്കാം. പിശാച് ആദമ്യകുലത്തെ തെറ്റിച്ചു. തന്നിൽ അധിവസിച്ച പാപം ആദമ്യകുലത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും, ഒരു മനുഷ്യപുത്രൻ ജനിക്കും. അന്ന് മുതലേ സാത്താൻ അറിയാം, പറഞ്ഞത് ദൈവമാണെങ്കിൽ അത് സംഭവിക്കും. പിശാച് കാത്തിരിക്കുക, തൻ്റെ തല തകർക്കുന്ന ഒരുത്തം വരും. നമ്മളെല്ലാം നോക്കി, യെശയ്യാവിനെ നോക്കി, ഇരമ്യാവിനെ നോക്കി, എസെക്കിയേലിനെ നോക്കി, ദാനിയേലിനെ നോക്കി, ഇതൊന്നും അല്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഇരിക്കെ സാക്ഷാൽ നമ്മുടെ കർത്താവ് വന്നപ്പോൾ അവനൊരു സംശയം, ഇത് തന്നെയാണോ എൻ്റെ തല തകർക്കാൻ വരുന്ന ആൾ? അതുകൊണ്ട് അവനെ ഉപവാസം കഴിഞ്ഞ് യേശുവിൻ്റെ അടുത്തെത്തി. വലിയ പ്രതീക്ഷയോടെത്തിയ. കാരണം ആദ്യത്തെ ആദം പറുദീസയിലായിരുന്നു. എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള പറുദീസയിൽ വിശപ്പറിയാത്തവനായി, ദുഃഖമില്ലാത്തവനായി, ആനന്ദപൂർണമായി ജീവിച്ചവനെ തോൽപ്പിച്ച ആളാണ് പിശാച്. അങ്ങനെയാണെങ്കിൽ 40 ദിവസം ഉപവസിച്ച് മരുഭൂമിയുടെ ചുട്ടുപഴുത്ത മണലിൽ കഴിയുന്ന ഈ മനുഷ്യന് വിശക്കുമെന്നറിയാം, തോൽപ്പിക്കാൻ എളുപ്പമാണെന്ന് ഓർത്താ വന്നേ. ഒരുത്തൻ പറുദീസയിൽ, ഒടുക്കത്തെ ആദം മരുഭൂമിയിൽ. ആദ്യത്തെ ആദമിന് വിശപ്പില്ല, ഒടുക്കത്തെ ആദമിന് വിശപ്പുണ്ട്. ഒരുത്തൻ പരിശീലൻ, ഒരുത്തൻ ശക്തൻ. പക്ഷേ ശക്തനായ ആദ്യത്തെ ആദമിനെ തോൽപ്പിച്ച ബലത്തോടെ സാത്താൻ അടുത്ത് വന്നിട്ട് ഒരു ചോദ്യം, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അവിടെ ഒരു മറുപടി യേശു പറഞ്ഞേക്കണം. യേശു പിശാചിൻ്റെ ചോദ്യം, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രനെങ്കിൽ. യേശുവിൻ്റെ മറുപടി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. എന്താ മനസ്സിലായി? പിശാചിൻ്റെ ചോദ്യം ദൈവപുത്രൻ, യേശുവിൻ്റെ മറുപടി മനുഷ്യൻ. പിടികിട്ടിയോ? മനുഷ്യൻ. ഇത് കേട്ടതേ സാത്താനൊന്ന് വിറച്ചു. കാരണം നമുക്കറിയില്ലെങ്കിൽ അവനറിയാം, ആളിത് തന്നെ. തോൽപ്പിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. വചനം കൊണ്ട് ചെറുക്കുന്നു, വാക്കുകൾ കൊണ്ട് ചെറുക്കുന്നു, ശാസിക്കുന്നു. അകപ്പാടെ പിശാച് ഭയന്നു. ഇവൻ യേശുവിൻ്റെ പിന്നാലെ കൂടിയതാ. ക്രൂശിക്കപ്പെടാൻ നേരവും അവൻ അടുത്ത് വന്നിട്ട് ആവർത്തിച്ചു, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. ക്രൂശിൽ നിന്ന് ഇറങ്ങുന്നതല്ല, ഞാൻ മനുഷ്യപുത്രനാണ്, അതുകൊണ്ട് മരിക്കണം. പിടികിട്ടിയോ? യേശു എന്ന മനുഷ്യനെ പിശാച് ഭയപ്പെട്ട കാര്യകാരണങ്ങളാണ് ഈ പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ ഈ ദുർബല ശരീരം കൊണ്ട് തനിക്ക് പിശാചിനെ ജയിക്കാൻ കഴിയുമെന്ന് യേശു തെളിയിച്ചു. ആദമ്യകുലത്തെ ആദ്യത്തെ ആദം തോറ്റിടത്ത് ഒടുക്കത്തെ ആദം ജയിക്കുന്ന മാർമികമായ ആ സത്യം സാത്താന് ബോധ്യപ്പെടുത്തിയപ്പോൾ മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. തന്നെ തൻ്റെ ജീവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയല്ല, മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മളിന്നും സാത്താനെ ശാസിക്കുമ്പോൾ യേശുവിൻ്റെ ലോക്കൽ വിലാസം പറയുന്നത്. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ പോകാനാ. സ്വർഗത്തിലെ പേരൊന്നുമല്ല പറയുന്നത്, നസ്രായനായ യേശു. പിടിയോ? ലോക്കൽ അഡ്രസ്സിലാണ് അടിക്കുന്നത്. ഇതാണ് ആളെന്ന് സിമ്പിളായിട്ടാണ് പറയുന്നത്. ഈ പേര് കേൾക്കുമ്പോൾ അവന് പേടിയാ. കാരണം ആദമിൻ്റെ പേര് പോലെ അല്ലിത്. ഒടുക്കത്തെ ആദമിൻ്റെ ശക്തി അവന് മനസ്സിലായി. അപ്പോൾ സ്വർഗീയ മഹിമ വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്ന യേശുവിൻ്റെ മഹത്വം എന്താ? ദൈവപുത്രൻ്റെ മഹത്വം താണനിലയിൽ നിന്ന് മുകളിലേക്ക് കയറിയതല്ല, ഉയർച്ച മാറ്റിവെച്ചിട്ട് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതുകൊണ്ട് ഫിലിപ്പിലേനത്തിൽ പറയുക, അല്ലയോ ഫിലിപ്പ്യരെ, ഈ ഭാവം നിങ്ങളിലുണ്ടാകണം. ഈ ക്യാമ്പിൽ വന്നിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം. 8, 10, 15 കൊല്ലത്തിനുള്ളിൽ ഇന്നിവിടെ കൂടുന്ന കുഞ്ഞുങ്ങളിൽ പലരും കാനഡയിൽ, ഓസ്ട്രേലിയയിൽ, അമേരിക്കയിൽ, UK-യിൽ, ഗൾഫ് രാജ്യങ്ങളിൽ, അല്ല ഇന്ത്യയുടെ പലയിടങ്ങളിൽ ഏറ്റവും ഉന്നത നിലവാരത്തിലെത്തേണ്ടവരാണ്. IAS-കാരെ, IPS-കാരെ, മെഡിക്കൽ ലൈനിൽ ജോലി ചെയ്യുന്നവരെ, എൻജിനീയേഴ്സിനെ, സുവിശേഷ വില ചെയ്യുന്നവരെ, അങ്ങനെ പല നിലകളിൽപ്പെട്ടവരെയാണ് ഞങ്ങളിവിടെ കാണുന്നത് വിശ്വാസത്താൽ. പക്ഷെ ഒന്നുറപ്പിക്കണം, എൻ്റെ സകല ഉയർച്ചയും ഞാൻ ഈ ക്യാമ്പിൽ പങ്കെടുത്ത വഴി ഒന്നുറപ്പിക്കുന്നു, അത് ദൈവത്തിൻ്റെ നാം മഹത്വത്തിന് അർപ്പിക്കും.
ഞാൻ ഓരോ പടി ഉയരുമ്പോഴും ക്രിസ്തുവിനെ ധ്യാനിക്കും. ഞാൻ താഴേക്ക് മനസ്സുകൊണ്ടിറങ്ങും. താഴേക്ക് ഇറങ്ങുന്ന എൻ്റെ അനുഭവത്തിൻ്റെ താഴ്മയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ച എന്ന ബോധ്യം എന്നെ പിന്തുടരും. ആരുണ്ട് ഇന്ന് പകൽ അങ്ങനൊന്ന് സമർപ്പണം ചെയ്യാൻ? അങ്ങനെ സമർപ്പിക്കപ്പെട്ടാൽ ഒരുവനും നിൻ്റെ വഴി തടയാൻ സാധിക്കില്ല, ഒരു ശക്തിക്കും സാധിക്കില്ല. കുഞ്ഞുങ്ങളോട് ധൈര്യപൂർവ്വം ഈ ആലോചന എനിക്ക് പറയാനുള്ളത്. മക്കളെ, ഞാനും നിങ്ങളും എന്ത് സ്വപ്നം കണ്ടോ, എന്ത് മനസ്സിൽ സംഗ്രഹിച്ചോ, അതിൻ്റെ 10 മടങ്ങ് അയക്കാൻ കഴിയുന്ന ഒരു ദൈവോത്തരൻ്റെ മുമ്പിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. വിശ്വാസത്താൽ ചിന്തിച്ചാട്ടെ, ആർക്കും എൻ്റെ വഴി തടയാനാവില്ല. ദർശനത്തിലേക്കുള്ള എൻ്റെ വഴിത്താരയിൽ ആർക്കും തടസ്സം നിൽക്കാൻ സാധിക്കില്ല. ഞാൻ മുമ്പോട്ട് തന്നെ പോകും. ഒപ്പം ഒന്നുകൂടി, ഞാൻ എവിടെ പോകുമ്പോഴും ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം യേശുവിനെ ഉയർത്തുന്നവനാകും, യേശുവിനെ പ്രകീർത്തിക്കുന്നവനാകും, ക്രിസ്തുവിനെ സാക്ഷിക്കുന്നവനാകും. നിങ്ങളൊരു ഉന്നത ഉദ്യോഗസ്ഥനാകട്ടെ, ക്രിസ്തുവിനെ സാക്ഷിക്കുന്നവനാവുക എന്നത് ഒരു വലിയ ദൗത്യമാണ്. ഒന്നാം ലോകമഹായുദ്ധം നടക്കുന്ന കാലഘട്ടം. അന്ന് ഇസ്രയേൽ ലോകമെമ്പാടും ചിതറിപ്പോയി. അതിനു മുമ്പ് പോയ രാജ്യങ്ങളിലൊക്കെ അവർ പീഡിപ്പിക്കപ്പെട്ടു, ദാരുണമായിട്ട് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവർ ചിന്തിച്ചു, പലരും ഞങ്ങളെ കല്ലെറിയുന്നു, കൊല്ലുന്നു. കാരണം സ്വന്തം രാജ്യത്ത് നിന്ന് ബഹിഷ്കൃതരായതിൻ്റെ കുഴപ്പമാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് പാർക്കാൻ അല്പം ഭൂമി തരണം ആരെങ്കിലും, വെറുതെ വേണ്ട, പണം തരാം. പാശ്ചാത്യ രാജ്യങ്ങളിൽ വലിയ ബിസിനസ് ചെയ്ത് കോടിക്കണക്കിന് ഡോളറുള്ള യഹൂദന്മാരാ, പക്ഷെ അവരെ ഹിറ്റ്ലർ പീഡിപ്പിക്കുന്നു, ഇറ്റലി പീഡിപ്പിക്കുന്നു, സർചക്രവർത്തിമാർ പീഡിപ്പിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ജില്ല അനുവദിച്ചതാണ്. ആരും കൊടുക്കാൻ തയ്യാറില്ല. അവരെ പണ്ട് ഉപേക്ഷിച്ചു പോന്ന പാലസ്തീനിയ എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ഇസ്രയേൽ രാഷ്ട്രം അന്ന് കൈവശം വച്ചിരിക്കുന്ന ഓട്ടോമൻ തുർക്കികളുടെ അരിയിൽ ചെന്നു. തുർക്കികളുടെ ഭരണാധികാരി ഹുസൈൻ രാജാവിനെ കണ്ടു. പ്രഭോ, പണം തരാം. അങ്ങയുടെ വിശാല സാമ്രാജ്യത്തിൽ പൊട്ടുപോലെ കിടക്കുന്ന ഒരു 120 മൈൽ വിസ്തൃതിയുള്ള പാലസ്തീൻ, സെൻറ്റിന് വേണ്ട പണം തരാം, ഞങ്ങൾക്ക് തരണം. ചക്രവർത്തി പരിഹസിച്ചു വിട്ടു. യോർദാനിലെ വെള്ളമൊഴുകി ഒലിവുമലയുടെ മീതെ കടക്കുന്നൊരു കാലം വന്നാൽ അന്ന് തരാമെന്ന്. ഫസ്റ്റ് വേൾഡ് വാർ പെട്ടെന്ന് വരിക. ഈ വേൾഡ് വാറിൽ ബ്രിട്ടനും അമേരിക്കയും എല്ലാം ഒന്നിച്ചാണ് നിൽക്കുന്നത്. അപ്പുറത്ത് ഇറ്റലിയും ജർമ്മനിയും ഒക്കെയാണ്. ആദ്യഘട്ടമൊക്കെ ബ്രിട്ടനും റഷ്യയും ചേരുന്ന സൈന്യത്തിനാണ് വിജയം. റഷ്യ കൂടെ ഉണ്ട്. പക്ഷേ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ മേൽക്കൈ ജർമ്മനിയുടെ സേനയ്ക്കായി, ഹിറ്റ്ലർക്കൊക്കെ ആയി. സോവിയറ്റ് യൂണിയൻ്റെ 20 കിലോമീറ്റർ അടുത്ത് വരെ ജർമ്മൻ സേന പാഞ്ഞു ചെന്നു, ടാങ്കറുമൊക്കെ ആയിട്ട്. തിരിച്ചടി ശക്തമായി, തോൽവി ഉറപ്പിച്ചു. അപ്പോഴാണ് ഒരു യഹൂദ സയൻറ്റിസ്റ്റ് ചെയിം വെയ്സ്മാൻ പറയുന്നു, അല്ലയോ ബ്രിട്ടീഷുകാരെ, ഈ യുദ്ധത്തിൽ ഞാൻ നിങ്ങൾക്കൊരു തന്ത്രമോതാം. ഈ യുദ്ധത്തിൽ ഞങ്ങൾ തരുന്ന മാരകായുധത്തിൻ്റെ ഉപയോഗം കൊണ്ട് നിങ്ങൾക്ക് ശത്രുവിനെ തുരത്താം. അതുകൊണ്ട് ഇത് ഒരു ഓഫറാണ്. പകരം എന്ത് വേണം? ബ്രിട്ടീഷുകാരൻ്റെ ചോദ്യം. പണം വേണ്ട, പാലസ്തീനിയ ഞങ്ങൾക്ക് തരണം. ബ്രിട്ടൻ സമ്മതിച്ചു. ആ യുദ്ധത്തിലൊടുവിൽ ബ്രിട്ടൻ ജയിച്ചു. സമയക്കുറവുണ്ട് അവയെത്തി പറയുന്നത്. അവിടെ ബ്രിട്ടൻ ജയിച്ചെങ്കിലും ഈ ഭൂമി യഹൂദന് കൊടുക്കാൻ തടസ്സമുണ്ടായി. ഈ പാലസ്തീനെ തിരിച്ചു പിടിക്കാൻ ബ്രിട്ടൻ നിയോഗിച്ചത് ബ്രിട്ടീഷുകാരനായ ഒരു മേധാവി, ബ്രിട്ടീഷ് ജനറൽ അല്ലൻബി എന്ന ആളിനെയായിരുന്നു. ഇപ്പോഴും ഉണ്ട് യോർദാന് കുറുകെ ഒരു അല്ലൻബി പാലം. അദ്ദേഹം ഇസ്രയേലിൽ ചെന്നു. അപ്പോൾ ഈ പാലസ്തീനിൽ യെരുശലേമിലും ഒക്കെ ആയിട്ട് അറബി താവളങ്ങളുണ്ട്. അദ്ദേഹം ചെന്ന് ഒലിവുമലയുടെ മുകളിൽ പാർത്തു. ഒത്തിരി സംഭവങ്ങളുണ്ട്, എല്ലാം വിശദീകരിക്കുന്നില്ല. ഒടുക്കം അദ്ദേഹം നാളെ ആക്രമണം നടത്തേണ്ട യെരുശലേമിന് നേരെ ബൈനോക്കുലർ കൊണ്ട് നോക്കി. അദ്ദേഹം ബൈബിൾ വായിക്കുന്നൊരു മനുഷ്യനായിരുന്നു, പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു, ആരാധിക്കുന്ന മനുഷ്യനായിരുന്നു. ആ മഹാനഗരം കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, അയ്യോ, ഇവിടെയല്ലേ അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിച്ചത്?
ഇവിടെയല്ലേ ദാവീദ് ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്ത് ആരാധിച്ചത്? ഇവിടെയല്ലേ മാരക മരക്കുരിശും തോളിലെന്തി എൻ്റെ ആരുമനാഥൻ ചോരയണിഞ്ഞ പാദങ്ങൾ കൊണ്ട് നടന്നുപോയ സ്ഥലം? ഇവിടെ യുദ്ധം ചെയ്യാൻ വയ്യ. കൺട്രോൾ റൂമിൽ അറിയിച്ചു, എന്നെ ഒന്ന് തിരിച്ചു വിളിക്കണം. എനിക്ക് പറ്റുന്നില്ല. മറുപടി നോ, റിക്വസ്റ്റ് സ്വീകരിക്കാൻ വയ്യ. പാലസ്തീനിയ നിങ്ങൾ പിടിക്കണം. ബ്രിട്ടീഷ് ജനറൽ അല്ലൻബിയുടെ മറുപടി, എനിക്ക് സമയം കൂടുതൽ തരൂ, ചോര ചൊരിയാതെ ഒഴിപ്പിക്കാൻ എന്നെ അനുവദിക്കണം. മറുപടി, മിസ്റ്റർ അല്ലൻബി, നിങ്ങൾ പ്രാർത്ഥന മനുഷ്യനെന്ന് എനിക്കറിയാം, പ്രാർത്ഥിച്ചിട്ട് വേണ്ടത് ചെയ്തുള്ളൂ. അദ്ദേഹം ആ ഒലിവുമലയുടെ മുകളിൽ മുഴങ്കാലിരുന്നു കൊണ്ട് പറഞ്ഞു, ഗുരു, വർഷങ്ങൾക്ക് മുമ്പ് നീ പാദമൂന്നി നിന്ന പ്രസംഗിച്ച ഇടത്താണ് ഈ ദുർബലൻ പാദമൂന്നി നിൽക്കുന്നത്, മുഴങ്കാൽ മടക്കിയിരിക്കുന്നത്. താമസമിനാ നിന്റെ പാവന പാദങ്ങൾ ഒരിക്കൽ കൂടി ഇവിടെ പതിയും. അന്ന് ഒലിവുമല രണ്ടായി പിളരും, ഒരു താഴ്വര സംജാതമാകും. ചരിത്രമുറങ്ങുന്ന പ്രവചനം വെമ്പിക്കിടക്കുന്ന ഈ മണ്ണിലേക്ക് നീ വേഗം വരും. പക്ഷേ അന്ന് നീ മഹാരാജാവായി ആധിപത്യമേൽക്കുന്ന ഈ സ്ഥലത്തിന് നേരെ നിറയൊഴിക്കാൻ എനിക്ക് ആക്കം പോരാ. പകരം ഇവറ്റകളെ കൊടിയൊഴിപ്പിക്കാൻ എൻ്റെ മേലൊരു നിയോഗം നീ നൽകിത്തരണമേ. ആത്മാവിൽ ശക്തിപ്പെട്ടു. അല്ലൻബിയുടെ ഹെലികോപ്റ്റർ പാലസ്തീന് കുറുകെ പറന്നു. ആ ഹെലികോപ്റ്ററിൽ നിന്ന് ലഘുലേഖകൾ താഴേക്ക് വീണു. അതിലെഴുതി, മക്കളെ, നിങ്ങൾ കരയിലൂടെ നടന്നു പോകാൻ ശ്രമിക്കരുത്. കാരണം കര ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊട്ടിയടച്ചിരിക്കുന്നു. നീന്തിക്കടക്കരുത്, കടലും ഞാൻ നിൻ്റെ മുമ്പിൽ അടച്ചിരിക്കുന്നു. പറന്നു പോകരുത്, ആകാശം എൻ്റെ നിയന്ത്രണത്തിലാണ്. ഒറ്റ വഴി, കീഴടങ്ങുക എന്ന് അല്ലൻബി. ഏതായാലും പേടിച്ചുപോയ അറബികൾ കീഴടങ്ങി. ഒരു തുള്ളി ചോര ചൊരിയാതെ, ആരെയും കൊല്ലാതെ ഈ നഗരം പിടിച്ചെടുക്കാൻ ഒരു സൈനിക മേധാവിക്ക് കഴിഞ്ഞത് പ്രാർത്ഥനയുടെ ശക്തിയാണ്. ഞാനിവിടിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഉദ്യോഗസ്ഥരെ കാണുന്നു. ഇവിടിക്കുന്ന കുഞ്ഞുങ്ങളിൽ നിർണായക മണ്ഡലങ്ങളിൽ പോയി ജോലി ചെയ്യുവാൻ, വളരെ പ്രശ്നകലിതമായ മേഖലകളിൽ ജോലി ചെയ്യേണ്ടവരെ കാണുന്നു. കുഞ്ഞെ, പ്രാർത്ഥനയുടെ കരുത്താകണം. ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും ഉചിത തീരുമാനമെടുക്കുവാൻ നിന്നെ പ്രേരിപ്പിക്കേണ്ടത്. പാവത്തിനെതിരെ, തിന്മയ്ക്കെതിരെ, തിരുവെഴുത്തിനെതിരെ, ഉയരുന്ന ശക്തികൾക്കെതിരെ നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കേണ്ടത്. അപ്പോഴൊക്കെ ക്രിസ്തുയേശുവിലെ ഭാവം നമ്മിലുണ്ടായിരിക്കട്ടെ. ഈ ചിന്ത ഇവിടിരിക്കുന്ന ഓരോ കുട്ടിയെയും ഭരിക്കട്ടെ.